എല്ലാവർക്കും നമസ്കാരം. ഇന്ന് IFPHന്റെ ഇടതടവില്ലാതെ തുടർന്നു വരുന്ന മലയാളം വെബിനാറിന്റെ 2093 ദിവസമാണ്. ഇന്നത്തെ മലയാളം വിഭാഗത്തിൽ നമുക്കൊരു ക്ലാസ് ആണ്. ക്ലാസ് എടുക്കുവാനായി എത്തുന്നത് ഡോക്ടർ ജെയിംസ് പോൾ ആണ്. അദ്ദേഹത്തിന്റെ ക്ലാസ് ആരംഭിക്കുന്നതിന് മുമ്പായി നമുക്ക് ഒരു നിമിഷം ഈശ്വര പ്രാർത്ഥന. നന്ദി. ഡോക്ടർ ജെയിംസ് പോൾ സാറ് നമുക്ക് ഒട്ടനവധി ക്ലാസ്സുകൾ എടുത്തിട്ടുണ്ട്. ഡോക്ടർ ഗവൺമെന്റ് സർവീസിൽ ചീഫ് മെഡിക്കൽ ഓഫീസറായി ഹോമിയോപ്പതി ഡിപ്പാർട്ട്മെന്റിൽ നിന്നും വിരമിച്ചു. അദ്ദേഹം ഇന്ന് നമുക്കെടുക്കുന്ന വിഷയം ചുമയുടെ ഭവിഷ്യത്തുകളും എന്നുള്ള വിഷയത്തിലാണ് ഡോക്ടർ ഇന്ന് ക്ലാസ് എടുക്കുന്നത്. ഡോക്ടർ നമുക്ക് ധാരാളം നല്ല ക്ലാസ്സുകളാണ് എടുത്തിട്ടുള്ളത്. രോഗങ്ങൾ കണ്ടുപിടിക്കുന്നതിനും നിർണയിക്കുന്നതിനും അഗ്രഗണ്യൻ എന്നാണ് നമ്മൾ ജെയിംസ് പോൾ സാറിനെ വിശേഷിപ്പിക്കുന്നത്. ഇന്ന് അദ്ദേഹത്തിന്റെ ക്ലാസ് കേൾക്കുന്നതിന് വേണ്ടി സൂം പ്ലാറ്റ്ഫോമിൽ എത്തിയിട്ടുള്ള എല്ലാ ബഹുമാന്യരായ ഡോക്ടേഴ്സിനെയും ഹോമിയോപ്പതി സ്നേഹികളെയും സ്റ്റുഡൻസിനെയും സ്നേഹപൂർവ്വം ഇന്നത്തെ സെഷനിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ ഇന്നത്തെ ക്ലാസ് എടുക്കുന്നതിന് വേണ്ടി എത്തിയിട്ടുള്ള നമ്മുടെ ബഹുമാന്യനായ ആദരണീയനായ ഡോക്ടർ ജെയിംസ് പോൾ സാറിനെയും വളരെ സ്നേഹപൂർവ്വം ഇന്നത്തെ സെഷനിലേക്ക് സ്വാഗതം ചെയ്യുന്നു. സാറേ, നമുക്ക് ക്ലാസ് തുടങ്ങാം. എല്ലാവർക്കും നമസ്കാരം. എന്തോ ഒരു തകരാറുണ്ടെന്ന് തോന്നുന്നു, റിലേക്ക് ഇടയ്ക്കിടയ്ക്ക് മുറിഞ്ഞു പോകുന്നു. അത് ഇത് കുറഞ്ഞിട്ടാ സാറേ, നെറ്റ്വർക്ക് കുറയുമ്പോഴാ. ശരി ശരി ശരി. എന്തോ തകരാറുണ്ടെന്ന് തോന്നുന്നു. സ്തംഭനാവസ്ഥ കണ്ടു. കുഴപ്പമില്ല, സാർ പറയുന്നത് നമുക്ക് കേൾക്കാം. ഓഡിയോളാണല്ലോ, അത് കുഴപ്പമില്ല. ഒരിക്കൽ കൂടി എല്ലാവർക്കും നമസ്കാരം. ഇപ്പോൾ എന്താണ്ട് വൈറൽ ഫീവർ വളരെ വ്യാപകമായിട്ട് പഠനം പിടിച്ചിട്ടുണ്ട്. എല്ലാവരും പറയുന്നുണ്ട് വൈറൽ ഫീവർ. അത് തുടർന്ന് ചുമ, അത് നീണ്ടു നിൽക്കുന്ന ചുമ, 2 ആഴ്ചയോളം നീണ്ടു നിൽക്കുന്ന ഒരു ചുമ. അപ്പോൾ പലപ്പോഴും ഇങ്ങനെ കഫ് സിറപ്പുകൾ വാരിക്കോരി കൊടുക്കുന്നുണ്ട്, മോഡേൺ മെഡിസിൻകാരും കൊടുക്കുന്നുണ്ട്, ഹോമിയോപ്പതിക്കാരും കൊടുക്കുന്നുണ്ട്. പക്ഷെ അതുകൊണ്ട് പലപ്പോഴും ഫലം കാണാതെ ചുരുക്കം കേസ് പെർസിസ്റ്റ് ചെയ്യുന്ന ചുമ. അപ്പോൾ ഈ സന്ദർഭത്തിലാണ് നമുക്ക് ചുമയെക്കുറിച്ചൊന്ന് ചിന്തിച്ചാലോ എന്ന് ഞാൻ ആഗ്രഹിച്ചു പോയത്. ഇപ്പം ചുമ 3-4 വർഷം മുമ്പ് ഒരു സെഷൻ നമ്മൾ കൈകാര്യം ചെയ്തതാണെന്ന് തോന്നുന്നു. ഏതായാലും ശരീരത്തിൻ്റെ ഒരു പ്രൊട്ടക്ഷൻ തന്നെയാണ് ചുമ. അതായത് ട്രക്കയിൽ അടിഞ്ഞു കൂടിയിരിക്കുന്ന എക്സുഡേഷൻസ് അത് ചുമയിലൂടെ എക്സ്പെൽ ചെയ്യുക, പുറത്ത് കളയുക എന്നുള്ളതാണ് ചുമയുടെ ദൗത്യം. അപ്പോൾ സാധാരണഗതിയിൽ ഒരു മൈനർ ഇൻഫ്ലുവൻസയോ അല്ലെങ്കിൽ ഒരു ജലദോഷമോ ഒഴിച്ച് ഒരു ചുമ വന്നു കഴിഞ്ഞാൽ അതിനെ പ്രത്യേകിച്ച് മരുന്നൊന്നും വേണ്ടെന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. കാരണം അത് 2 ദിവസത്തിനുള്ളിൽ പോകും. ആ അടിഞ്ഞു കൂടിയിട്ടുള്ള ഈ സ്പൂട്ടം അത് സ്പിറ്റ് ഔട്ട് ചെയ്ത് പോയി കഴിഞ്ഞാൽ ആ പ്രശ്നം കഴിയും. അത് കൂടാതെ സെക്കൻഡറി ഇൻഫെക്ഷൻ വന്ന് അത് പെർസിസ്റ്റ് ചെയ്യും, കൂടുതൽ ബ്രോങ്കിയൽ സെക്രീഷൻസ് ഉണ്ടാകുകയും ചെയ്യുമ്പോഴാണ് അത് ചുമ പ്രശ്നമാകുന്നത്. ഇപ്പൊ സാധാരണഗതിയിൽ 100-150 ml ഓഫ് ബ്രോങ്കിയൽ സെക്രീഷൻ ഉണ്ടാകുന്നുണ്ട്. അത് നമ്മൾ അറിയാതെ തന്നെ എൻഗൾഫ് ചെയ്ത് പോവുകയാണ് പതിവ്. ഈ ഇൻഫെക്ഷൻ ഉണ്ടാകുന്ന അല്ലെങ്കിൽ ഇൻഫ്ലമേറ്ററി കണ്ടീഷനാണ് കൂടുതൽ ഇങ്ങനെ ബ്രോങ്കിയൽ സെക്രീഷൻ ഉണ്ടാകുന്നതും അത് ചുമച്ച് തുപ്പി പോകേണ്ടത്. ഏതായാലും ഒരു ഇൻഫെക്ഷൻ ഉണ്ടായി കഴിഞ്ഞാൽ അവിടെ സ്ഫൂട്ടം ഉണ്ടാകുന്നുണ്ട്. ആ സ്ഫൂട്ടം ഉദ്ദേശിക്കുന്നത് ഈ ബ്രോങ്കിയൽ സെക്രീഷൻ, പിന്നെ ഈ പീൽ ചെയ്ത് വരുന്ന എപ്പിത്തീലിയൽ സെൽസ്, ബാക്ടീരിയ, ഇത് എല്ലാം കൂടിയാണ് സ്ഫോടമായിട്ട് പുറത്തു വരുന്നത്. ഈ സ്ഫോടമാണ് പുറത്ത് കളയുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഈ ശരീരത്തിൻ്റെ ഒരു പ്രിവെൻഷൻ തന്നെയാണ് ചുമ എന്ന് പറയാൻ കാരണം. ചില സന്ദർഭങ്ങളിൽ അത് കൂടുതൽ ബുദ്ധിമുട്ട് ഉണ്ടാക്കുകയും ചെയ്യുന്നുണ്ട്. ഇപ്പം ചുമ ഉണ്ടാക്കുന്നതിൻ്റെ പ്രധാന കാരണങ്ങൾ കൂടി നമ്മൾ ഒന്ന് അന്വേഷിക്കുന്നത് നല്ലതാണെന്ന് വിചാരിക്കുന്നു. ഒന്ന്, ഇറിറ്റേഷൻ, ഒരു ത്രോട്ട് ഇറിറ്റേഷൻ കൊണ്ട് ചുമയുണ്ട്. പിന്നെ വരുന്നത് ഇൻഫെക്ഷൻ കൊണ്ടും ഉണ്ടാകാൻ ചുമ.
അപ്പം ആദ്യം ഇൻഫ്ലമേഷൻ, ഇൻഫെക്ഷൻ, ദെൻ ഇൻഫിൽട്രേഷൻ. ഇറിറ്റേഷൻ, ഇൻഫ്ലമേഷൻ, ഇൻഫെക്ഷൻ, ഇൻഫിൽട്രേഷൻ. ഇതാണ് 4 കാരണങ്ങൾ, പ്രധാനപ്പെട്ട കാരണങ്ങൾ ചുമ ഉണ്ടാക്കാറുള്ളത്. അപ്പോൾ അതുകൂടാതെ മറ്റ് കാരണങ്ങളുമുണ്ട്. അത് ലങ്സ് കൂടാതെ റിഫ്ലക്സ് ആയിട്ടുള്ള ചുമ, മറ്റ് അവയവങ്ങളിൽ ഇറിറ്റേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് അതിൻ്റെ റിഫ്ലക്സ് ലങ്സിലേക്ക് വന്ന് ചുമ ഉണ്ടാക്കുന്ന സാഹചര്യമുണ്ട്. അത് നമ്മൾ പിന്നാട് ചിന്തിക്കാം. അപ്പം ഇൻഫിൽട്രേഷൻ ഉണ്ടാകാനുള്ള സാഹചര്യം ഒന്ന് ഈ പാങ്ക്രിയാറ്റിക് ഡിസീസ് ഉണ്ടാകാം, അതേപോലെ തന്നെ നിയോപ്ലാസം, അബ്ഡോമിനിലും ഒക്കെ ഉണ്ടാകുന്ന ഏതെങ്കിലും നിയോപ്ലാസം, അതേപോലെ തന്നെ ലിവർ ഡിസീസ്, കിഡ്നി ഡിസീസ്, പാങ്ക്രിയാറ്റിക് ഡിസീസ്, ഇതിനെല്ലാം എക്സുഡേഷൻ ഇൻഫിൽട്രേറ്റ് ചെയ്ത് ലങ്സിലേക്ക് വരാനും അത് ചുമ ഉണ്ടാക്കാനും കാരണമാകുന്നുണ്ട്. നോൺ റെസ്പിറേറ്ററി കോസസ്. ഒന്ന് പ്രഷർ. ട്രക്കിയിലോ ബ്രോങ്കസിലോ ഏതെങ്കിലും കാരണത്താൽ പ്രഷർ ഉണ്ടായി കഴിഞ്ഞാൽ അത് ഇറിറ്റേറ്റ് ചെയ്ത് ചുമ ഉണ്ടാകാം. അതിന് കാരണം ഒന്നല്ലെങ്കിൽ ട്യൂമേഴ്സ്, ബ്രോങ്കോജനിക് ട്യൂമേഴ്സ് അല്ലെങ്കിൽ കാർസിനോമ, അഡിനോപ്പതി, ലിംഫഡിനോപ്പതി, ഈ കാരണങ്ങളാൽ ഒരു ഇറിറ്റന്റ് കഫ് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. പിന്നെ കാർഡിയക് കോസ്, ദാറ്റ് ഈസ് മൈട്രൽ സ്റ്റെനോസിസ് ഉണ്ടെങ്കിൽ പെർസിസ്റ്റന്റ് ആയിട്ട് ഹോക്കിംഗ് കഫ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കും. അതേപോലെ തന്നെ വാക്സ് ഇങ്ങനെ അടിഞ്ഞുകൂടുകയാണെങ്കിൽ അത് ക്യുമുലേറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് നെർവസ് ഇറിറ്റേഷൻ ഉണ്ടാക്കാനും ചുമ ഉണ്ടാക്കാനും സാധ്യത കൂടുതലാണ്. പിന്നെ എന്നുള്ളത് സൈക്കോജനിക്കാണ്. സൈക്കോജനിക്കായിട്ടും ചുമ ഉണ്ടാകാം മറ്റേതെങ്കിലും കാരണം, പ്രത്യേകിച്ച് ഹിസ്റ്റീരിക്കലായിട്ടുള്ള ആൺകുട്ടിയാണെങ്കിലും പെൺകുട്ടിയാണെങ്കിലും ചുമയ്ക്ക് സാധ്യത കൂടുതലാണ്. ഇനി ഓരോ ടൈപ്പ് ചുമ, നമ്മളതിൻ്റെ കോസസ് ആണ് പറയുന്നത്, ടൈപ്പ്. ഒന്ന് ഫാരിഞ്ചൽ കഫ്, അതൊരു ഡ്രൈ ഇറിറ്റേറ്റിംഗ് കഫായിരിക്കും, നോൺ പ്രൊഡക്റ്റീവ്. പക്ഷേ ഈ മാൻഡിബിളിൻ്റെ 2 ആംഗിൾസിലും ചെറിയ പെയിൻ ഉണ്ടാവും ചുമയ്ക്കും. ദാറ്റ് ഈസ് ഫാരിഞ്ചൽ കഫ്, ഡ്രൈ ഹോക്കിംഗ് കഫ്, നോൺ പ്രൊഡക്റ്റീവ്. ദെൻ ലാരിഞ്ചൽ കഫ്, അത് കുറച്ചുകൂടെ ഹോഴ്സ്, ഡ്രൈ ഹോഴ്സ് കഫ് ആയിരിക്കും. നമുക്കറിയാം ഒരു പർവറാസ്പോഞ്ചിയുടെ കഫ്, അതാണ് ലാരിഞ്ചൽ കഫ്. Then tracheal cough, inflammation or infection of trachea which causes a brassy sound or വളരെ ശക്തമായ ഡ്രം അടിക്കുന്ന പോലുള്ള ആ ശബ്ദം ആണ് ബ്രാസി എന്ന് ഉദ്ദേശിച്ചത്. ആ ശബ്ദത്തോട് കൂടിയുള്ള ചുമ, അത് ആദ്യഘട്ടത്തിൽ നോൺ പ്രൊഡക്റ്റീവ് ആയിരിക്കും, പിന്നീട് അത് പ്രൊഡക്റ്റീവ് കഫായിട്ട് മാറും. Then bronchial cough, persistent paroxysmal cough, productive, no chest pain. അതിൻ്റെ പ്രത്യേകത ട്രക്കി ആകുമ്പോൾ ദർ ഇസ് സബ്സ്റ്റേണൽ പെയിൻ ഉണ്ടാവും, സബ്സ്റ്റേണൽ ഡിസ്ട്രസ് ഉണ്ടാകും, മെറ്റാലിക് സൗണ്ട് ഉണ്ടാവും, ദാറ്റ് ഈസ് ബ്രാസി സൗണ്ട് ഉണ്ടാവും. ഇത് അങ്ങനെയല്ല, പ്രൊഡക്റ്റീവ് കഫാണ്, പക്ഷെ നോ പെയിൻ. ദെൻ പാരൻകൈമൽ കഫ്, ആദ്യം ട്രക്കിയ, ബ്രോങ്ക്, അത് കഴിഞ്ഞ് പാരൻകൈമ. അത് ആണ് പലപ്പോഴും ഈ റാറ്റ്ലിംഗ് സൗണ്ട് ഉണ്ടാക്കുന്ന കഫായിരിക്കും. ഇനിഷ്യലി ഡ്രൈ കഫായിരിക്കും, പിന്നീട് അത് പ്രൊഡക്റ്റീവ് കഫായിട്ട് മാറും. പലപ്പോഴും സ്ഫൂട്ടം, അത് ബ്ലഡ് സ്റ്റെയിൻഡ് സ്ഫൂട്ടം എന്ന സാധ്യത കൂടുതലുണ്ട്. ദെൻ പ്ലൂറൽ കഫ്, ഒരു കാച്ചിങ് കഫ്, ഒരു ചുമ മുഴിപ്പിക്കാൻ പറ്റാത്തൊരവസ്ഥ, അതായത് കാച്ചിങ് പെയിൻ ഓർ ഷാർപ്പ് പെയിൻ അറ്റ് ദ സൈഡ് ഓഫ് ദ ചെസ്റ്റ്. അപ്പോൾ ഏത് ഏരിയയിലാണ് ആ പ്ലൂറൽ ഇൻഫെക്ഷൻ ഓർ ഇൻഫ്ലമേഷൻ, ആ ഭാഗത്ത് കൈ ഇങ്ങനെ വെച്ചു, അറിയാതെ തന്നെ കൈ ചെയ്യും, ബിക്കോസ് ഓഫ് ഷാർപ്പ് പെയിൻ. അതുകൊണ്ടാണ് അത് കാച്ചിങ് കഫ് എന്ന് പറയുന്നത്. ദെൻ പ്ലൂറസി വിത്ത് effusion.
പ്രൊഡക്റ്റീവ് കഫാണ്. എക്സ്പെക്ടറേറ്റ് ബ്ലഡ് സ്റ്റെയിൻഡ് ജെല്ലി മാസ്. ബ്ലഡ് സ്റ്റെയിൻഡ് ജെല്ലി മാസ്. അതിങ്ങനെ തുണ്ടായിട്ട് കഫം ഇങ്ങനെ തുപ്പി മാസായിട്ട്. ദെൻ അതർ കോസ്. ഒന്ന് COPD. നമുക്കറിയാം, അത് ഒന്നല്ലെങ്കിൽ എംഫൈസീമ, അതല്ലെങ്കിൽ പൾമണറി ഇഡിമ. ഇതായിരിക്കും കാരണം COPDക്ക്. ദെൻ ബ്രോങ്കിയൽ ആസ്തമ. അതിന് തുമ്മൽ, ചീറ്റൽ, അപ്പർ റെസ്പിറേറ്ററി സിംറ്റംസ് ഒക്കെ ഉണ്ടാവും, ചുമയുണ്ടാവും. അതേപോലെ തന്നെ ഡിസ്പ്നിയ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. നമ്മൾ ബ്രോങ്കിയൽ ആസ്മ എന്ന് പറയുമ്പോൾ വീസിങ് ഉള്ളതെല്ലാം അല്ലെങ്കിൽ ഡിസ്പ്നിയ ഉള്ളതെല്ലാം ബ്രോങ്കിയൽ ആസ്മ ആകണമെന്നില്ല. ഒരു ശ്വാസം മുട്ടലായിട്ട് 100 പേഷ്യൻസ് വന്നു കഴിഞ്ഞാൽ അതിൽ 3-4 പേരായിരിക്കും യഥാർത്ഥത്തിൽ ബ്രോങ്കിയൽ ആസ്മയ്ക്ക് വിധേയരായിട്ടുള്ളത്. ബാക്കിയുള്ളതെല്ലാം മറ്റു കാരണങ്ങളാണ്, മറ്റ് ഇൻഫെക്ഷനോ റിഫ്ലക്സോ ആ കാരണങ്ങളാൽ ഉണ്ടാകുന്ന ചുമയായിരിക്കും ബാക്കി 96. ദെൻ ബ്രോങ്കിറ്റിയസിസ്. ഇവിടെ സംഭവിക്കുന്നത് ഈ ട്രക്കിയ, ബ്രോങ്കെ, അത് കഴിഞ്ഞ് അതിൻ്റെ ഡിവിഷൻസ് 6 ഡിവിഷൻസ് കഴിഞ്ഞാൽ പിന്നെ 7ാമത്തെ മുതൽ അതിൻ്റെ കാർട്ടിലേജസ് നഷ്ടപ്പെടുകയാണ്. ബാക്കി പിന്നെ മസിലും എപ്പിത്തീലിയവും മാത്രമേ ഉള്ളൂ. ആ ഭാഗത്തെല്ലാം കൂടുതൽ മാസ്ട്രേറ്റ് ചെയ്യാനും അതിന് മേലുള്ള ഭാഗം ഡയലേറ്റ് ചെയ്യാനുള്ള സാധ്യത കൂടുതലാണ്. അതാണ് ഇവിടെ സംഭവിക്കുന്നത് ബ്രോങ്കിറ്റൈസിസ്. അപ്പോൾ അവിടെ ഒരു എക്സ്റേ എടുത്തു കഴിഞ്ഞാൽ, ചെസ്റ്റ് എക്സ്റേ എടുത്തു കഴിഞ്ഞാൽ അവിടെ റെറ്റിക്കുലർ ഷാഡോസ് ഓർ ഹണി കോംബ് ഷാഡോസ് നമുക്കാണ്, എസ്പെഷ്യലി ബേസ് ഓഫ് ബോത്ത് ലങ്. ദെൻ ന്യൂമോണിയാസ്. ന്യൂമോണിയ നമുക്കറിയാം, സെഗ്മെന്റൽ ന്യൂമോണിയ, ലോബർ ന്യൂമോണിയ, ബ്രോങ്കിയൽ ന്യൂമോണിയ. അപ്പം ഒരു സെഗ്മെന്റ്സിന്റെ മാത്രം വിത്തിൻ എ സെഗ്മെന്റ്, അതാണ് ഉദ്ദേശിക്കുന്ന സെഗ്മെന്റ്. ഒരു ലോബ് മാത്രം ബാധിക്കുന്നതിന് ലോബർ ന്യൂമോണിയ. മറ്റേ ബ്രോങ്കിയൽ ന്യൂമോണിയ എന്ന് പറഞ്ഞാൽ ആ ബ്രോങ്കസ് അങ്ങോട്ട് പോകുക, അവിടെ ഒരു ഡിഫ്യൂസ്ഡ് ഷാഡോ ആയിരിക്കും. ദർ ഇസ് നോ ഡിമാർക്കേഷൻ. ബാക്കി ലോബർ ന്യൂമോണിയക്ക് ദർ ഇസ് ഡിമാർക്കേഷൻ, ഒരു ഏരിയ കൊണ്ട് അവിടെ നിൽക്കും. മറ്റത് ബ്രോങ്കിയൽ ന്യൂമോണിയെ സംബന്ധിച്ചിടത്തോളം ഒരു ഏരിയ പറയാൻ പറ്റില്ല. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ഒരു ഗ്ലാസ് വെള്ളത്തിൽ ഒരു തുള്ളി മഷി, നീലമഷിയോ അതല്ലെങ്കിൽ ചുവപ്പ് മഷിയോ ഒരു തുള്ളി വീണ് കഴിഞ്ഞാൽ അത് സ്പ്രെഡ് ആവും. പക്ഷേ ഗ്ലാസിന്റെ ഏറ്റവും അടിഭാഗം തെളിവായിരിക്കും. മോൾ വീഴുന്ന മഷി എവിടം വരെ എത്തിയെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അതാണ് ഡിഫ്യൂസ് എന്ന് ഉദ്ദേശിക്കുന്നത്. അതേപോലെ തന്നെയാണ് ബ്രോങ്കിയൽ ന്യൂമോണിയക്ക് ഡിഫ്യൂസ്ഡ് ഷാഡോ ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. ദെൻ സപ്പുറേറ്റീവ് ന്യൂമോണിയ. അവിടെ സപ്പുറേഷൻ ആണ് സംഭവിക്കുന്നത്, ഓർ മാസറേഷൻ ഓഫ് ലങ്. ന്യൂമോണിയയുടെ ഘട്ടങ്ങൾ, സ്റ്റേജസ് നമുക്കറിയാലോ. കഞ്ചഷൻ, അത് കഴിഞ്ഞാൽ കൺസോളിഡേഷൻ, ഹെപ്പറ്റൈസേഷൻ ആൻഡ് മാസറേഷൻ. അവിടെ ആ ലാസ്റ്റ് കണ്ടീഷനാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അതാണ് സപ്പുറേറ്റീവ് ടൈപ്പ്. സെനൈൽ ന്യൂമോണിയ എന്ന് പറയാറുണ്ട്. സെനൈൽ ന്യൂമോണിയ എന്ന് ഉദ്ദേശിക്കുന്നത് ശരിക്കും ആ മാസറേഷനാണ്, അല്ലെങ്കിൽ ഗാംഗ്രീൻ ഓഫ് ലങ് ആണ് അവിടെ സംഭവിക്കുന്നത്. എംഫൈസീമ. അവിടെ ഈ ലങ്സ് പരമാവധി എക്സ്പാൻഡ് ചെയ്ത് നിൽക്കുന്ന ഒരവസ്ഥ. ഇപ്പം ശ്വാസോച്ഛ്വാസം ചെയ്യുമ്പോൾ, റെസ്പിറേഷൻ ചെയ്യുമ്പോൾ ലങ്സ് ചുരുങ്ങുകയും വികസിക്കുകയും ചെയ്യുന്നു. അതേപോലെ തന്നെ ഡയഫ്രം പോവുകയും താഴുകയും ചെയ്യുന്നു. ഇപ്പം എംഫൈസീമയെ സംബന്ധിച്ചിടത്തോളം അവിടെ ലങ്സ് എക്സ്പാൻഡ് ചെയ്ത് തന്നെ നിൽക്കുന്ന ഒരവസ്ഥ. അപ്പം പിന്നെ നടക്കുന്നത് അബ്ഡോമിനൽ റെസ്പിറേഷൻ ആയിരിക്കും. ഡയഫ്രം ഇങ്ങനെ താഴുകയും പൊങ്ങുകയും ചെയ്യുമ്പോൾ ഇങ്ങനെ ശ്വാസം കയറി ഇറങ്ങും. അപ്പം ഒരു സാധാരണഗതിയിൽ ലങ് കപ്പാസിറ്റി എന്ന് പറഞ്ഞാൽ സാധാരണ ഇങ്ങനെ ഇൻഹേൽ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഇൻസ്പയർ ചെയ്യുമ്പോൾ 1 ലിറ്ററിന് മുകളിൽ വായു കയറുന്നു. അപ്പോൾ ഏതാണ്ട് 1/5, അതായത് 200 ml ഓക്സിജൻ നമുക്ക് കിട്ടും. എംഫൈസീമയെ സംബന്ധിച്ചിടത്തോളം
വളരെ ചുരുക്കം, അല്ലെങ്കിൽ 100 ml കഷ്ടിയാണ് ഓക്സിജൻ കിട്ടുന്നത്. ചിലപ്പോൾ 50 ml ഓക്സിജൻ കഷ്ടിയായിരിക്കും കിട്ടുന്നത്. അതെപ്പോഴും നമുക്ക് എയർ ഹങ്കർ ഉണ്ടാക്കും. അതാണ് എംഫസീമയുടെ പ്രത്യേകത. നമുക്കൊരു എക്സിഷൻ അല്ലെങ്കിൽ ചെറിയൊരു ജോലി പോലും അല്ല കുനിഞ്ഞ് വെള്ളം എടുത്ത് മുഖം കഴുകാൻ പോലും പറ്റാത്ത ഒരവസ്ഥയിലേക്ക് എത്തും എംഫസീമ. അപ്പം അതിൻ്റെ എക്സ്റേ നോക്കിക്കഴിഞ്ഞാൽ ഒരു ബാരൽ ചെസ്റ്റ് അപ്പിയറൻസ് ആയിരിക്കും. ചെസ്റ്റ് കേജ്, ബാരൽ ചെസ്റ്റ് അപ്പിയറൻസ് ആയിരിക്കും. അതേപോലെ തന്നെ ഹൈപ്പർ ട്രാൻസ്ലൂസൻ്റ് ആയിരിക്കും. ലങ് ഫീൽഡ് മൊത്തം ഹൈപ്പർ ട്രാൻസ്ലൂസൻ്റ് ആയിരിക്കും. ഡയഫ്രം ഡിപ്രസ്ഡ് ആയിരിക്കും. അതുപോലെ തന്നെ കാർഡിയക് ഷാഡോ വെർട്ടിക്കലായിരിക്കും. അതിൻ്റെ ആക്സിസ് വ്യത്യാസം വരും. കാർഡിയക് ആക്സിസ് വ്യത്യാസം വന്നിട്ട് വെർട്ടിക്കൽ ആക്സിസിലേക്ക് ആവും. ഇത്രയാണ് നമുക്ക് എക്സ്റേ റീഡ് ചെയ്താൽ എംഫസീമയെ സംബന്ധിച്ച് കിട്ടുന്നത്. അത് അഡ്വാൻസ് ചെയ്ത് കഴിയുമ്പോൾ ഫൈബ്രോട്ടിക് സ്ട്രാൻഡ്സ് ഓൾ ലങ് ഫീൽഡിൽ ദൃശ്യവും നമുക്ക് കാണാൻ സാധിക്കും. ദെൻ പൾമണറി ഇഡിമ. അത് ആദ്യം ചുമയായിരിക്കും. ചുമ കഴിഞ്ഞിട്ട് പിന്നെ ചുമക്കാനേ പറ്റാത്ത ഒരവസ്ഥയിലേക്കാണ് പൾമണറി ഇഡിമ വരുന്നത്. അപ്പം നമുക്കറിയാം പൾമണറി എഡിമ അതിൻ്റെ പ്രൈം കോസ്, മോസ്റ്റ് കോമൺ കോസ് കാർഡിയക് ഫെയിലിയർ. അതിന് അനവധി കാരണങ്ങളുണ്ട്. ഒന്ന് ഡിസീസ് ഓഫ് ദി ലിവർ, ഡിസീസ് ഓഫ് ദ പാങ്ക്രിയാസ്, ഡിസീസ് ഓഫ് ദ കിഡ്നി, അതുപോലെ തന്നെ പോയ്സണിങ്, ദെൻ ആഫ്റ്റർ റേഡിയേഷൻ, ഓവർലോഡ് ഓഫ് ഫ്ലൂയിഡ്. ഇത്രയും കാരണങ്ങൾ കൊണ്ട് ഈ പൾമണറി എഡിമ ഉണ്ടാകും. ഇത് കൂടാതെ ഇഡിയോപ്പതിക് കണ്ടീഷൻ, അതും പൾമണറി എഡിമ ഉണ്ടാക്കുന്നു. ഞാൻ കോഴിക്കോട് വർക്ക് ചെയ്യുമ്പോൾ ഒരു കേസ് കിട്ടിയിട്ടുണ്ട്. പഴയ ഒരു കോൺഗ്രസ് നേതാവ് ഹരിദാസ്, അദ്ദേഹത്തിൻ്റെ ഒരു ബന്ധുവാണ്. അദ്ദേഹത്തിന് ഇഡിയോപ്പതിക് പൾമണറി എഡിമ മാസം മാസം വരും. അതിൻ്റെ പ്രത്യേകത ഫുൾ മൂണിനാണ് അത് ഏറ്റവും കൂടുതൽ പ്രോബ്ലം ഉണ്ടാക്കുന്നത്, ശ്വാസം നിന്നുപോകുന്നതിൻ്റെ ഘട്ടത്തിലേക്ക് എത്തുന്നത്. അപ്പം ഇദ്ദേഹത്തിൻ്റെ 2-3 ഡോക്ടേഴ്സ് ഈ കോഴിക്കോട് മെഡിക്കൽ കോളേജിലുണ്ട്. അദ്ദേഹത്തിൻ്റെ മകളും മകളുടെ ഭർത്താവും പിന്നെ ഒരു ബന്ധു, 3 ഡോക്ടേഴ്സ് അവിടെ ഉള്ളതുകൊണ്ട് ഈ ഫുൾ മൂണിൻ്റെ 3 ദിവസം മുമ്പ് തന്നെ റൂം അവിടെ റെഡിയാക്കി വെക്കും. ഇദ്ദേഹം അഡ്മിറ്റ് ആവും. പ്രയാസം കൂടുന്നതനുസരിച്ച് ഓക്സിജൻ കൊടുക്കും, ഫ്ലൂയിഡ് കൊടുക്കും, അതേപോലെ തന്നെ സെഡേഷനും കൊടുക്കും. ഫുൾ മൂൺ കഴിഞ്ഞാൽ പിറ്റേ ദിവസം മുതൽ ഇത് കുറവ് കിട്ടും. 2 ദിവസം കഴിഞ്ഞാൽ ഡിസ്ചാർജ് ചെയ്ത് വിട്ടു. ഇതിങ്ങനെ വർഷങ്ങളായി. അങ്ങനെയാണ് ഇവർ എന്നെയായിട്ട് കോണ്ടാക്ട് ചെയ്യുന്നത്. ഞാനും ശ്രമിച്ച് ഇതനുസരിച്ച് ഫുൾ മൂൺ അഗ്രവേഷൻ കൽക്കരിയക്കാറും ഒക്കെ നോക്കി, അലുമിനിയൊക്കെ നോക്കി, പക്ഷേ എല്ലാം ഫെയിലായിരുന്നു. ലാസ്റ്റാണ് ഡ്രഗിലേക്ക് എത്തുന്നത്. അതും മറ്റൊന്നുമല്ല, ആർണിക്ക മൊണ്ടാന. അതിൻ്റെ സിംറ്റം ഇതാണ്. സിംറ്റംസ് ഗോ വിത്ത് ദ മൂൺ ആണ് കൊടുത്തിരിക്കുന്ന സിംറ്റം. സാധാരണ ബുക്കിലൊന്നും കിട്ടുകയില്ല, പ്രൂവിങ്ങിൽ മാത്രമേ കിട്ടുള്ളൂ. സിംറ്റം ഗോ വിത്ത് ദ മൂൺ. അദ്ദേഹത്തിന് ആർണിക്ക കൊടുത്ത് അദ്ദേഹം സുഖമായി. അങ്ങനെ ഒരു ഇഡിയോപ്പതിക് പൾമണറി എഡിമ ചികിത്സിക്കാനുള്ള ഭാഗ്യമുണ്ട്. ദെൻ ഇഫക്റ്റ് ഓഫ് കഫ് അത് നമ്മൾ മെയിനായിട്ട് ഉദ്ദേശിച്ചത്. ഒന്ന് ന്യൂറോളജിക്കൽ. ചിലർക്ക് പെട്ടെന്ന് ഇങ്ങനെ ചുമച്ച് വരുമ്പോൾ കണ്ണിൽ ഇരുട്ട് കയറുന്ന പോലെ ഒരു ടെമ്പററി ലോസ് ഓഫ് വിഷൻ പലർക്കും ഉണ്ടാകുന്നു. ചിലർക്ക് ഫെയിൻറ്റിങ് ഉണ്ടാവും. ദാറ്റ് ഈസ് കഫ് സിങ്കപ്പി. ദെൻ വാസ്കുലാർ, ഭയങ്കരമായിട്ട് ചുമ, പ്രത്യേകിച്ച് വൊപ്പിംഗ് കഫിനൊക്കെ കണ്ണിൽ നിന്നും തൊണ്ടയിൽ നിന്നുമൊക്കെ ബ്ലഡ് വരുന്ന സാഹചര്യം ഉണ്ടാകും. അതുപോലെ തന്നെ സിസ്റ്റമിക് സിംറ്റംസ് നമുക്ക് കിട്ടുന്ന സിവിയർ ഇൻസസെന്റ് സ്പാസ്മോഡിക് കഫ് ഉണ്ടാകുകയാണെങ്കിൽ നൊസിയ ഉണ്ടാകാം, വോമിറ്റിംഗ് ഉണ്ടാകാം, പിന്നെ അബ്ഡോമിനൽ ഡിസ്ട്രസ് ഉണ്ടാകാം, ചെസ്റ്റ് മസിൽസ്, അബ്ഡോമിനൽ മസിൽസ്, ഇതെല്ലാം സോർനെസ് അനുഭവപ്പെടാം. അത് നീണ്ടു നിൽക്കുന്ന സോർനെസ് ആയിരിക്കും, ഭയങ്കര പെയിൻ. ഒന്ന് തുമ്മാനോ പിന്നെ ഈ അനങ്ങാനോ പറ്റാത്ത വിധത്തിലുള്ള മസ്കുലർ സോർനെസ് ഉണ്ടാകുന്നുണ്ട്.
പിന്നെ മറ്റൊന്നത്, ചുമച്ചങ്ങ് തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ചുമ നിൽക്കാൻ പറ്റാത്ത ഒരവസ്ഥ. ചുമയ്ക്കുന്തോറും ചുമ കൂടി വരുന്ന ഒരവസ്ഥ ഈ നീണ്ടു നിൽക്കുന്ന ചുമയ്ക്കുണ്ടാകുന്നത്. അതിന് മെഡിസിൻ മറ്റൊന്നുമല്ല, ഇഗ്നീഷ്യ. മസ്കുലോസ്കെലിറ്റൽ സിംറ്റംസ് നേരത്തെ പറഞ്ഞു, പെയിൻ ആൻഡ് സോർനെസ് ഓഫ് ദ ചുമയ്ക്കും തോറും ചുമ കൂടുന്ന മെഡിസിൻ ഏതാ സാർ പറഞ്ഞു? ഇഗ്നീഷ്യ. കോൺട്രഡിക്ഷൻ. അതേപോലെ തന്നെ ഭയങ്കര സ്പാസ്മോഡിക് ചുമ, അതായത് ഇൻസസ്റ്റന്റ് ആയിട്ട് സ്പാസ്മോഡിക് ചുമ വളരെ റെയർ ആണെങ്കിലും ചെറുക്കെങ്കിലും റിബ് ഫ്രാക്ചർ ഉണ്ടായി കാണുന്നു. റിബ് ഫ്രാക്ചർ, എസ്പെഷ്യലി ഫ്ലോട്ടിംഗ് റിബ്. ദെൻ ലിംഗറിങ് കഫ്, നീണ്ടു നിൽക്കുന്ന ഇപ്പോഴത്തെ ഈ വൈറൽ ഫീവർ എന്നൊക്കെ പറയുന്നുണ്ട്. ഈ വൈറൽ ഫീവർ എന്താണെന്ന് സത്യം പറഞ്ഞ് എനിക്ക് മനസ്സിലായിട്ടില്ല. പലരും പറയുന്നുണ്ട്, ആയുർവേദക്കാരും പറയുന്നുണ്ട്, ഹോമിയോക്കാരും പറയുന്നു, മോഡിയം മെഡിസിൻ ഡോക്ടേഴ്സ് പറയുന്നുണ്ട് വൈറൽ ഫീവർ ആണ്. പേഷ്യൻസ് എല്ലാവരോട് ചോദിച്ചാൽ എന്താണ് സാർ, അത് വൈറൽ ഫീവർ ആണ്. അപ്പോൾ ആ രീതിയിൽ ആൻറ്റിബയോട്ടിക്സും കൊടുക്കുന്നുണ്ട്, പിന്നെ കഫ് ഉണ്ടെങ്കിൽ കഫ് സിറപ്പ് ഇതെല്ലാം കൊടുക്കുന്നുണ്ട്. പക്ഷേ എനിക്കത് ഇതുവരെ ബോധ്യപ്പെട്ടില്ല. വൈറൽ ഫീവർ അങ്ങനെ ഒരു സംഭവം ഉണ്ടോ? ഒരു ആൻസർ കിട്ടിയാൽ കൊള്ളാം ഇപ്പോൾ ഓർക്കുന്നുണ്ട്. കാരണം ഈ സാധാരണ വാട്സ്, പാപ്പുലോമ അങ്ങനെയുള്ള ഇത് മുതൽ എയ്ഡ്സ് വരെ വൈറസാണ് ഉണ്ടാകുന്നത്. അതേപോലെ തന്നെ ഇൻഫ്ലുവൻസ, ഈവൻ കൊറോണ വൈറസാണ്. അതേപോലെ തന്നെ ഈ ജപ്പാൻ ഫീവർ, യെല്ലോ ഫീവർ, ജാപ്പനീസ് എൻകഫലൈറ്റിസ് എല്ലാം ഫീവർ തന്നെയാണ്. ഇൻഫ്ലുവൻസ പറയുന്ന ഫീവറാണ്. ആ ഇൻഫ്ലുവൻസ തന്നെ മൈൽഡ്, മോഡറേറ്റ്, ഹെമറാജിക് ആൻഡ് മാലിഗ്നന്റ് 4 തരത്തിൽ ഇങ്ങനെ ഇൻഫ്ലുവൻസ വേർതിരിച്ചു. അപ്പൊ ഇതിലൊന്നല്ലേ ഈ വൈറൽ ഫീവർ എന്ന് ഉദ്ദേശിക്കുന്നതാണ് എൻ്റെ സംശയം. എൻ്റെ സംശയം മാത്രമാണ്. വിവരമുള്ള ഒരു നിർദ്ദേശം അല്ലെങ്കിൽ ഒരു ഇതിൻ്റെ ആൻസർ തന്നാൽ കൊള്ളാം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ലിംഗറിങ് കഫ് സാധാരണഗതിയിൽ വൈറൽ ഇൻഫെക്ഷന് ശേഷമാണ് ഇങ്ങനെ നീണ്ടു നിൽക്കുന്ന ചുമ കാണുന്നത്. അത് ഡിസ്ട്രസിങ് ആണ്. ഫോഴ്സ്നെസ് ഉണ്ടാക്കുന്നുണ്ട്, ചിലർക്ക് ത്രോട്ട് സോർനെസ് ഒക്കെ ഉണ്ടാക്കുന്നുണ്ട്. ദെൻ മെഡിക്കൽ എമർജൻസി, ഏറ്റവും പ്രധാനപ്പെട്ട കഫിംഗ് ഓഫ് ബ്ലഡ്. ദെൻ ഷോർട്ട്നെസ് ഓഫ് ബ്രെത്ത് ഓർ ഡിഫിക്കൽട്ട് ടു ഇൻസ്പയർ. ദെൻ ഫീവർ വിത്ത് ഐ ഫീവർ വിത്ത് കഫ്. ഐ ഫീവർ വിത്ത് കഫ്. ഫോർത്ത് വൺ, സിവിയർ വീസിങ്, കണ്ണും തള്ളിയിരിക്കുന്ന ഒരവസ്ഥ. ഇത് 4 മെഡിക്കൽ എമർജൻസിയാണ്. അപ്പം ഇതിൽ ഈ സിവിയർ വീസിങ് എന്നുള്ളത് സാധാരണഗതിയിൽ ഞാൻ ചെയ്യുന്നത് ഒരു മൈൽഡ് ഫീവർ, അതല്ലെങ്കിൽ ഹോട്ടാണെങ്കിൽ, ബോഡി ഹോട്ടാണെങ്കിൽ ഞാൻ സാധാരണ പ്രിസ്ക്രൈബ് ചെയ്യുന്നത് മെൽഡോണ 200 ആണ്. അത് ഫ്രീക്വൻ്റ് ആയിട്ട് കൊടുക്കും. അപ്പോൾ ആ സ്പാസം പിന്നെ ഡെവലപ്പ് ചെയ്യില്ല. കുട്ടിക്ക് ഈ രോഗിയെ സംബന്ധിച്ചിടത്തോളം ഒരു റിലീഫ് കിട്ടും, ഒരു വെൽഫ് ഫീലിംഗ്. അത് കഴിഞ്ഞിട്ട് ശരിക്ക് ഉള്ള ആ വീസിങ്ങിനുള്ളത്, അത് ഡേഞ്ചറാണ്, ഗ്രീൻ ഡീലിയോ ലോബീലിയോ അങ്ങനെ ഏതാണെന്ന് വെച്ചാൽ, അതിൽ ആൻറ്റിഡാറ്റ, ആർസനിക്കാക്കാം, ഏതാണോ അതാണ് കൊടുക്കുന്നത്. ലിപ്പിക്കാക്കാം, ആ മെഡിസിൻ ആയിരിക്കും പിന്നീട് കൊടുക്കുന്നത്. ആ സമയത്ത് ഈ ബോഡി കോൾ ടു ടച്ച് അതാണെങ്കിൽ കുപ്രമെറ്റ് 200 ആണ് ഞാൻ കൊടുക്കുന്നത്. അപ്പോൾ അത് 2-3 ഡോസ് ചെല്ലും കഴിയുമ്പോൾ ഈ സ്പാസം എന്ന് നിൽക്കും, ഈ കണ്ണ് തള്ളി വരുന്നതെല്ലാം നിൽക്കും, ഒരു റിലീഫ് കിട്ടും. ആ റിലീഫ് കിട്ടിക്കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോലെ ഇൻഡിക്കേറ്റഡ് മെഡിസിൻ ആയിരിക്കും ഞാൻ പിന്നീട് തുടരുന്നത്. ഏതാനും ചില ചുമ മെഡിസിൻസ് കൂടെ പറഞ്ഞ് നമുക്ക് സ്റ്റോപ്പ് ചെയ്യാമെന്ന് വിചാരിക്കുന്നു. സാധാരണ നമ്മൾ ഉപയോഗിക്കുന്ന മെഡിസിനിലെ ചില പ്രധാന ഈ ടിപ്സ് ഉള്ള ചില മെഡിസിൻസ് മാത്രം എനിക്ക് ഗുണം കിട്ടിയിട്ടുള്ളതും, എന്നാൽ ടിപ്സ് കൊണ്ടുവന്ന് അല്ലെങ്കിൽ പ്രത്യേകിച്ചൊരു സിംറ്റം കൊണ്ടുവന്ന് ബോധ്യപ്പെട്ടതുമായിട്ടുള്ള ചില മെഡിസിൻസ് ആണ് ഞാൻ അവിടെ മെൻഷൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഒന്ന് അസറ്റിക് ആസിഡ് 30,
ട്രാക്കിയൽ കഫ്. ട്രാക്കിയൽ കഫ് നേരത്തെ പറഞ്ഞ ബ്രാസി ഓർ ഡ്രൈ കഫാണ്. അവിടെ ഹോസ്നെസ് ഉണ്ടാവും. അതാണ് വലിയ സൗണ്ടോട് കൂടിയുള്ള ആ ചുമ തന്നെയാണ് അസറ്റിക് ആസിഡ്. മെറ്റാലിക് സൗണ്ട്. കഫ് വെൻ ഇൻഹേലിംഗ്, അപ്പോഴാണ് ചുമ വരുന്നത്. ഇനി എടുക്കുമ്പോഴേ ഇടയ്ക്ക് വെച്ച് ചുമ വരും. അപ്പോൾ അവിടെ ഇൻസ്പിറേഷൻ ബുദ്ധിമുട്ടാകും. ഇത് തന്നെ ബ്രോമിയത്തിനുണ്ട്. സെയിം, ഇൻസ്പയർ ചെയ്യുമ്പോഴായിരിക്കും ചുമ. അലുമിന, പ്രത്യേകിച്ച് ഈ സ്വീറ്റ്സ് എല്ലാം തിന്നു കഴിയുമ്പോൾ, സ്വീറ്റ്സ് എന്ന് ഉദ്ദേശിക്കുന്നതിന് കോണ്ടിമെന്റ്സ് എന്ന് പറയുകയായിരിക്കും ചെയ്യും. മധുര പലഹാരങ്ങൾ ചെന്ന് കഴിഞ്ഞാൽ ചുമ വരുന്നത് അലുമിന. ദെൻ അമോണിയം ബ്രോമൈഡ് 3x കൂടുതൽ ഇഫക്റ്റീവായിട്ട് കാണുന്നതാണ്. കണ്ടിന്യൂസ് കഫ്. വൻ ലൈൻ എഴുന്നേറ്റിരുന്ന് കഴിഞ്ഞാൽ ചുമയുണ്ട്, പക്ഷെ ഇത്രയും കണ്ടിന്യൂസ് ആയിട്ട് ബുദ്ധിമുട്ടിക്കുന്ന ചുമ ഉണ്ടാകുക. സാധാരണഗതിയിൽ ഈ ചുമ വന്നു കഴിഞ്ഞാൽ ആ പേഷ്യന്റ് എഴുന്നേറ്റിരിക്കുന്നു. ചുമയ്ക്കുമെങ്കിലും കുറച്ച് റിലീഫ് ഉണ്ടാവും, സ്പാസം എല്ലാം പോയി. അമോണിയം കോസ്റ്റിക്കം 6 ആണ് ഏറ്റവും നല്ലത്, 6 അല്ലെങ്കിൽ 30. അമോണിയം കോസ്റ്റിക്കം. ഇൻസസെന്റ് കഫ്, ലോസ് ഓഫ് വോയിസ്, ബേണിംഗ് ഇൻ ത്രോട്ട്, rawness in the throat, and simultaneously pain in the esophagus. Then ബ്രോമിയം, നേരത്തെ പറഞ്ഞായിരുന്നു ബ്രോമിയത്തിന് ഇതാണ്, ഇൻസ്പയർ ചെയ്യുമ്പോഴാണ് ചുമയിട്ട് വരുന്നത്. അതേപോലെ തന്നെ ഇൻസ്പയർ ചെയ്ത് നിർത്താൻ പറ്റുന്നില്ല, ബ്രോമിയം ഫുൾ എടുക്കാൻ പറ്റുന്നില്ല. സാധാരണഗതിയിൽ 1 ലിറ്ററിന് മേൽ നമുക്ക് എയർ ഇൻസ്പയർ ചെയ്യാൻ പറ്റും. ഇവിടെ അത് സാധിക്കില്ല. അവിടെ ഒന്നല്ല സ്പാസമായിരിക്കും, അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ ബ്ലോക്ക് ആയിരിക്കും. അവിടെ വെൽ ഇൻഡിക്കേറ്റഡ് റെമഡി ബ്രോമിയം. Then calcarea carb, tickling dry cough at night, expectoration only in daytime. അതിൻ്റെ പ്രത്യേകത. അഗ്രവേറ്റ് ചെയ്യുന്ന സാഹചര്യങ്ങൾ ഒന്ന് എക്സിഷൻ, അസെൻഡിങ് സ്റ്റെയർകേസ് ആൻഡ് പ്ലേയിങ് പിയാനോ. ഇത് 3 സാഹചര്യങ്ങളാണ് ചുമ അഗ്രവേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൽ ഒരു വ്യത്യസ്തമായ ഒരു ചുമ കേസ് ഈ കൽക്കരിയ കാർബ് കൊടുത്ത് ചികിത്സിക്കാനുള്ള അവസരം ഉണ്ടായി. അതായത് പള്ളുരുത്തി ഉത്സവത്തിന് 11 ദിവസം നീണ്ടു നിൽക്കുന്ന ഒരു ഉത്സവമാണ് പള്ളുരുത്തി ഉത്സവം. അപ്പോൾ അതിന് ഹരിപ്പാടുകാരൻ ചെണ്ടയുടെ ടീമിലുണ്ടായിരുന്നു, ചെണ്ടക്കാരൻ. അപ്പം അദ്ദേഹത്തിന് എന്തോ അസുഖം വന്ന് വേറെ ആൾ കൂട്ടിക്കൊണ്ട് എൻ്റെ ഡിസ്പെൻസറി വന്നു. അയാൾക്ക് അതിന് മരുന്ന് കൊടുത്തു, അയാൾക്ക് ആശ്വാസം കിട്ടി. 2-3 ദിവസം കഴിഞ്ഞപ്പോൾ അയാൾ തിരിച്ചു വന്നു. കൂട്ടുകാരനെ കൂട്ടി വന്നാൽ എനിക്കൊരു പ്രശ്നമുണ്ട്, മറ്റൊന്നുമല്ല, ചുമ തന്നെയാണ്. പക്ഷെ ഇന്നാളുണ്ടായ ജലദോഷത്തെ തുടർന്നുള്ള ചുമയല്ല. എനിക്ക് ഇരുന്ന് ഒന്നും ചെയ്യാൻ പറ്റില്ല, ഇരുന്ന് കഴിഞ്ഞാൽ ചുമ. ഞാൻ മൃദംഗം വായിക്കുന്നതാണ്, കച്ചേരിക്ക് മൃദംഗം വായിച്ചുകൊണ്ടിരുന്ന ആളാണ്. അത് ഇരുന്ന് മൃദംഗം വായിക്കാൻ പറ്റുന്നില്ല. പക്ഷെ മേശപ്പുറത്ത് മൃദംഗം വെച്ച് നിന്നുകൊണ്ട് സാധകം ചെയ്യാം, ഇരിക്കാൻ പറ്റില്ല. അതുകൊണ്ട് ഞാൻ കച്ചേരിക്ക് പോകുന്ന നിർത്തി. പിന്നെ താളബോധമുള്ളത് കൊണ്ട് ചെണ്ടയോട് കൂടി ഇപ്പം ഞാൻ ചെണ്ട ടീമിലാണ്, ഇപ്പം ചെണ്ട കൊട്ടുകയാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റും? ഏതായാലും നമുക്ക് ആലോചിക്കാം, 2 ദിവസം കഴിഞ്ഞ് വരാൻ പറ്റും. അങ്ങനെയാണ് ഇതെനിക്ക് സ്ട്രൈക്ക് ചെയ്യുന്നത്, പ്ലേയിങ് പിയാനോ. അപ്പോൾ പ്ലേയിങ് പിയാനോ അവിടെയാണല്ലോ ഇത് സംഭവിക്കുന്നത്, ഈ ചുമ വരുന്നത്. ഇരിക്കുമ്പോഴും അതാണ്. ഏതായാലും ഇയാളുടെ ഒരു എക്സ്റേ ഞാൻ കണ്ടു. ആ എക്സ്റേയിൽ അനോറിസം ഉണ്ട്.
അപ്പോൾ അത് ഇറിറ്റേറ്റ് ചെയ്തായിരിക്കും ചുമ വരുന്നത്. അപ്പോൾ ഇയാൾ ഇരിക്കുമ്പോൾ സംഭവിക്കുന്നത് 2 മടക്ക് വരുന്നു, ഒന്ന് മുട്ടിലും ഒന്ന് അരക്കെട്ടിനും. ഈ ഫീമറൽ ആർട്ടറീസ് അവിടെ മടങ്ങി ചുളുങ്ങുന്നു. ഇപ്പോൾ സ്വാഭാവികമായിട്ടും ഏറ്റവും കുറഞ്ഞത് 200 ml ബ്ലഡ് എങ്കിലും സിസ്റ്റത്തിലേക്ക് വരും. ഇപ്പം ഇരുന്ന് കഴിയുമ്പോൾ ഇതിൻ്റെ ഇറിറ്റേഷൻ, ഈ അന്യൂറിസത്തിന് കൂടുതൽ ഇറിറ്റേഷൻ ഉണ്ടാവും, ഈ ബ്ലഡ് ഷോർട്ട് അത് ചുമ ഉണ്ടാക്കാൻ സാധ്യത ഉണ്ടാകും എന്നുള്ള നിഗമനത്തിലാണ് ഞാൻ കൽക്കേറിയ കാർബ് സ്റ്റാർട്ട് ചെയ്തത്. ഏതായാലും അത് ഫലിച്ചു, അയാളുടെ ചുമയും കുറഞ്ഞു, ഈ അന്യൂറിസം. കാർബോവെറ്റ് നല്ലൊരു ചുമ റെമഡിയാണ്. കാരണം ഇത് എക്സ്പെക്ടേറ്റ് ചെയ്യാൻ പറ്റില്ല, വിഴുങ്ങേണ്ടി വരും. അത് പല കാരണങ്ങൾ കൊണ്ടാണ്. ഒന്ന്, ചിലപ്പോൾ അവരുടെ നെർവസ് ടയർനെസ് ആകാം, എക്സ്പെക്ടേറ്റ് ചെയ്യാൻ മസിൽസ് വീക്കായത് കൊണ്ടാകാം. ഏതായാലും അത് എക്സ്പെക്ടേറ്റ് ചെയ്യാതെ വിഴുങ്ങുന്ന ഒരു സംഭവമാണ്. അതേപോലെ തന്നെ മറ്റൊന്ന് ഗുരുതരമായിട്ടുള്ള ലങ് ഡിസീസ്, അതായത് ഞാൻ നേരത്തെ പറഞ്ഞ ഗാംഗ്രീൻ. ആ അവസ്ഥയിൽ സെനൈൽ ന്യൂമോണിയ എന്നാണ് അതിന് പറയുന്നത്. സെനൈൽ ന്യൂമോണിയ എന്ന് ഉദ്ദേശിക്കുന്ന യഥാർത്ഥത്തിൽ ആ ലാസ്റ്റ് സ്റ്റേജ് ഓഫ് ന്യൂമോണിയാണ്. ഗാംഗ്രീൻ ആണോ സംഭവിക്കുന്നത്, അല്ലെങ്കിൽ മാസറേഷൻ. ഇതിനും ഈ കാർബോവെറ്റ് വൺ ഓഫ് ദ ബെസ്റ്റ് റെമഡി, ഒള്ളി റെമഡി. പിന്നെ അതിന് സമാനമായിട്ട് നിൽക്കുന്ന ഡിജിറ്റാലിസം, അതിനും സിനൈൽ ന്യൂമോണിയയ്ക്ക് ഇൻഡിക്കേറ്റ് ചെയ്യുന്നു. ദെൻ കോസ്റ്റിക്കന് ഇതുപോലെ തന്നെയാണ്. അവിടെ സ്വർണസ് ഉണ്ട്. അതുപോലെ തന്നെ കഫം എക്സ്പെക്ട്രേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല, സോളോ ചെയ്തു പോകുന്ന ഒരു സിറ്റുവേഷനാണ് കോസ്റ്റിക്കത്തിനുണ്ട്. അതുപോലെ കോസ്റ്റിക്കത്തിനൊരു പ്രത്യേക മൊഡാലിറ്റി പറയുന്നുണ്ട്. എല്ലാം ശ്രദ്ധിച്ചു കാണുമെന്ന് കേൾക്കുന്നു. മിക്കവാറും ബുക്കിൽ അതാണ് പറയുന്നത്. അഗ്രവേഷൻ ഇൻ കോൾഡ് വിൻഡ്, ഫൈൻ വെതർ. ഞാൻ നേരത്തെ ഒരു പ്രാവശ്യം ഇത് പറഞ്ഞിട്ടുണ്ട്. അപ്പം അത് ശരിയല്ല, തെറ്റിപ്പോയതാണെന്നുള്ളതാണ് എൻ്റെ നിഗമനം. കാരണം ഈ കോൾഡ് വിൻഡ് ഇൻ ഫൈൻ വെതർ അത് ഒന്നിച്ച് വായിക്കണം. കോമങ്ങൾ എടുത്തു കളഞ്ഞു കഴിഞ്ഞാൽ കോൾഡ് വിൻഡ് ഇൻ ഫൈൻ വെതർ. ഈ പാലക്കാടെല്ലാം അത് സംഭവിക്കുന്നുണ്ട്. അവിടെ ജനുവരി കാറ്റെന്ന് പറയുന്നത്. ഈ ജനുവരിയിൽ മിക്കവാറും ഈ പ്രകൃതി തെളിഞ്ഞിരിക്കുന്നത്, ആകാശം തെളിഞ്ഞിരിക്കുന്ന കാലാവസ്ഥയാണ്. പക്ഷെ അവിടെ ഒരു ജനുവരി കാറ്റിന് പ്രത്യേകിച്ച് പാലക്കാട് സൈഡിലെല്ലാം അവർക്ക് ശീതം പിടിക്കും, കോൾഡ് പിടിക്കും. അതിന് ശീതം പിടിക്കുക എന്ന് പറയുന്നത്. ചിലർ ചളി പിടിക്കുന്നുണ്ട്. ഏതായാലും ഈ ടൈമിനാണ് അത് കൂടുന്നത്. ഇപ്പം കോൾഡ് വിൻഡാണ്, ഫൈൻ വെതറുമാണ്. അപ്പം അതുകൊണ്ട് ആ കോമ അങ്ങനെ എടുത്തു കളയാം എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. മെറ്റീരിയൽ മെഡിക്കൽ കൂടുതൽ അവഗാഹമുള്ളവർ ഇതിനൊരു കമന്റ് പറയണമെന്ന് വീണ്ടും. സാറേ, അതെ, കോസ്റ്റിക്കത്തിന്റെ അഗ്രവേഷൻ ക്ലിയർ ഫൈൻ വെതറില് അഗ്രവേഷനും ഡാമ്പ് വെറ്റ് വെതറില് അമിലോറേഷനും. അങ്ങനെയല്ലല്ലോ അങ്ങനെയല്ലല്ലോ. കോൾഡ് വിൻഡ് ഇൻ ഫൈൻ വെതർ. അതല്ലാതെ പൊതുവെ അഗ്രവേഷനും അമിലോറേഷനും പറയുന്നത് ഓപ്പോസിറ്റ് ആണ്. കാരണം ക്ലിയർ ഫൈൻ വെതറിൽ സാധാരണ അസുഖം കൂടേണ്ടതല്ലല്ലോ. പക്ഷെ കോസ്റ്റിക്കത്തിനും വേറെ ഏതോ 1-2 മെഡിസിനോട് അങ്ങനെ അഗ്രവേഷൻ ഉണ്ട്. അമിലോറേഷനും ഡാമ്പ് വെറ്റ് വെതർ. അല്ല, ഇത് ഞാൻ ഈ പാലക്കാട് പ്രശ്നം എനിക്ക് അനുഭവമുള്ള കാര്യമാണ്. അതാണ് ഞാൻ പറഞ്ഞത്. അവിടെ ഈ കോൾഡ് എല്ലാവർക്കും തന്നെ പടർന്നു പിടിക്കാറുണ്ട്. പക്ഷെ അവരെ അതിന് മരുന്നൊന്നും പോകാറില്ല. എന്തെങ്കിലും ചുക്കാപ്പിയോ തുളസി കഷായമൊക്കെ കുടിച്ച് അതൊക്കെ ചെയ്യാണ് പതിവ്. അതുകൊണ്ട് പറഞ്ഞത് ഞാനും ഒന്നും ആലോചിക്കും. Then ലോറോസെറാസിസ്, കാർഡിയാക് ഇൻവോൾവ്മെന്റ് ഉണ്ട്, പ്രത്യേകിച്ച് റൊമാറ്റിക് ഇൻവോൾവ്മെന്റ് ഇൻ ഹാർട്ട്. അപ്പം ഒരു ഇറിറ്റൻ കഫ്, വാൽവുലാർ ഡിസീസ് ഉണ്ടാകാം. സാധാരണ റൊമാറ്റിസം ഹാർട്ടിനെ ബാധിക്കുമ്പോൾ വാൽവുലാർ ഡിസീസാണ് വരുന്നത്. അപ്പം അങ്ങനെ ഒരു റിഫ്ലക്സ് കഫ്, അതാണ് ഇതിൻ്റെ പ്രധാന സിംറ്റം ലോറോസെറാസിസ്. അവിടെ കഫ് ടിക്ലിംഗ് ആൻഡ് ഡ്രൈ കഫ് ആയിരിക്കും.
തൊണ്ട ഇങ്ങനെ ഇക്കിളി കൂടുന്ന ഡ്രൈ കഫ്. Then lobelia inflate, റിംഗിങ് കഫ്, തിലുങ്ങുന്ന ചുമ, ഷോർട്ട് ബ്രെത്ത്, ഗ്രാസ് ദ ത്രോട്ട്, പേഷ്യൻ്റ് എപ്പോഴും ഇതിനെ പിടിക്കും, സീനായിക്കൊണ്ട് അതേ സിംറ്റം, ത്രോട്ടിൽ ഇങ്ങനെ പിടിക്കും. ക്രാംസ് ഇൻ ദ ചെസ്റ്റ് മസിൽസ്, സെയിം സിംറ്റം കാസ്റ്റേനിയ റിസ്ക് ആയിട്ടുണ്ട്. ടിഞ്ചറാണ് കൊടുക്കുന്നത്. ലൊബീലിയ 3x 30 കൊടുക്കാം. The osmium 30, shaking the whole body. ചുമയ്ക്കുന്ന മൊത്തം ശരീരം കുലുങ്ങിയായിരിക്കും ചുമക്കുന്നത്. ദാറ്റ് ഈസ് ഓസ്മിയം മെറ്റാലിക്കം 30. ദെൻ ഫോസ്ഫറസ്. അതിൻ്റെ കീ പോയിന്റ് മാത്രം പറഞ്ഞാൽ മതിയല്ലോ. അതായത് എൻട്രിങ് ഇൻ ടു എ കോൾഡ് റൂം, എ സിയിലേക്ക് കയറുമ്പോൾ ചുമ വരിക. ബ്രയോണിയ നേരെ ഓപ്പോസിറ്റ്, എ സിയിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ചുമ. Then sanguinaria. ഗ്യാസ്ട്രിക് കഫാണ്. അത് അമറേഷൻ ബൈ ഇറക്റ്റേഷൻ. ഒരു നല്ല ശബ്ദത്തിൽ ഇങ്ങനെ വിട്ടുപോവുകയാണെങ്കിൽ ചുമ കുറയും. അതുകൊണ്ടാണ് ഗ്യാസ്ട്രിക് കഫ് എന്ന് പറയുന്നത്. ബാക്കി കുറേ ഡിസ്ക്രിപ്ഷൻ അവിടെ ഉണ്ട്, പക്ഷേ അതിൻ്റെ കീ പോയിന്റ് ഇതാണ്. ഗ്യാസ്ട്രിക് കഫാണ്, അമറേഷൻ ബൈ ഇറക്റ്റേഷൻ. Then സിലീഷ്യ. സാധാരണഗതിയിൽ 30 ആയിരിക്കും നല്ലത്. ചിലർ 200 കൊടുക്കാറുണ്ട്. വയലന്റ് കഫ്. അതിൻ്റെ സിലീഷ്യയുടെ സ്നീസിങ് അത് തന്നെയാണ്. വയലന്റ് സ്നീസിങ് ആയിരിക്കും. സ്നീസ് ചെയ്ത് പേഷ്യൻ്റ് തളർന്നു പോകുന്ന ഒരു കണ്ടീഷനാണ് സിലീഷ്യക്ക്. എന്ന് പറഞ്ഞ പോലെ തന്നെ കഫും വളരെ വയലന്റ് കഫാണ് സിലീഷ്യ. എക്സ്പെക്ടറേറ്റ് യെല്ലോ സ്പോട്ടം, തെക്ക് യെല്ലോ സ്പോട്ടം. ആൻഡ് ദർ ഈസ് ലംബി പാർട്ടിക്കിൾസ് ഇൻ ദ സ്പോട്ടം. ചെറിയ ചെറിയ ഫിലം, അത് ഇത്തിരി വലുത് കട്ടിയായിട്ട് ഉണ്ടാകും. അതിൻ്റെ ആ സ്പോട്ടത്തിൻ്റെ പ്രത്യേകത. സോളിഡാഗോ 30. അതിൻ്റെ പ്രത്യേകത പുർലൻഡ് എക്സ്പെക്ടറേഷൻ, പഴുപ്പ് പോലെ, അല്ലെങ്കിൽ പഴുപ്പായിരിക്കും ഇങ്ങനെ എക്സ്പെക്ടറേറ്റ് ചെയ്ത് പോകുന്നത്. അത് ബാൾസത്തിനും സെയിം ആണ് കണ്ടീഷൻ. പഴുപ്പായിരിക്കും ചുമച്ചു തുപ്പി പോകുന്നത്. ശരിക്കും പോസിബിൾ ഒഫൻസീവ് ആയിരിക്കും. ക്രോണിക് ബ്രോങ്കിറ്റൈറ്റിസ് ആകാം ഒരു കാരണം. അല്ല, ക്രോണിക് ബ്രോങ്കൈറ്റിസിനും സെയിം കണ്ടീഷൻസ് ഉണ്ടാകും. ബ്രോങ്കിറ്റൈറ്റിസ് ആകുമ്പോൾ എക്സ്പെക്ടറേഷൻ ഒരു മോർ ദാൻ 1 ലിറ്റർ അറ്റ് നൈറ്റ്. ദെൻ ബർബാസ്കം 3x. and deep, harsh, hoarse, barking cough. അതിന് സമാനമായിട്ടുള്ളതാണ് സ്പോഞ്ചിയ, സ്റ്റിക്റ്റ,
ഇതെല്ലാം ഹോഴ്സ് അല്ലെങ്കിൽ ഇങ്ങനെ ഒരു മാസുള്ള ചുമയാണ്. വയോള ഓഡറേറ്റ ടിഞ്ചർ. കഫ് ഡ്യൂറിങ് പ്രഗ്നൻസി. 3-4 തുള്ളി വെച്ച് വെള്ളത്തിൽ ചേർത്ത് കൊടുത്താൽ മതി. കഫ് ഡ്യൂറിങ് പ്രഗ്നൻസി, അത് റിഫ്ലക്സ് കഫാണ്. അത് തന്നെ കാലിബ്രോമിനോൺ. കഫ് ഡ്യൂറിങ് പ്രഗ്നൻസി. പക്ഷെ ഇതിന്റെ പ്രത്യേകത, ഈ കാലിബ്രോമിന് ചുമ രാത്രിയായിരിക്കും, വയോള ഓഡറേറ്റ ഡേ ടൈം ആയിരിക്കും ചുമ. Then വിസ്കം ആൽബം 3X. കഫ് വിത്ത് ഡിസ്പ്നിയ. അഗ്രവേഷൻ ലൈയിങ് ഓൺ ലെഫ്റ്റ് സൈഡ്, അവിടെ കാർഡിയക് ഇൻവോൾവ്മെന്റ്. വിസ്കം ആൽബം 3X. ദെൻ സിംഗമെറ്റ്, അതിനും ഈ സ്വീറ്റ് അല്ലെങ്കിൽ ഈ മധുര പലഹാരങ്ങൾ ചെന്ന് കഴിഞ്ഞാൽ ചുമ ഉണ്ടാകുന്നുണ്ട്. അതിന് മറ്റൊരു പ്രത്യേകത, ഈ ചുമ ഒരു ഹാർഷ് സ്പാസ്മോഡിക് കഫാണ്. അതോടൊപ്പം ഈ പേഷ്യൻ്റ് അല്ലെങ്കിൽ കുട്ടികളാണെങ്കിൽ ജെനിറ്റൽസിൽ ഇങ്ങനെ ഹോൾഡ് ചെയ്യും. അതിൻ്റെ കാരണം ലംബാർ പ്ലക്സസിൽ എൻ്റെ ഇറിറ്റേഷൻ ചെല്ലുന്നുണ്ട്. അതാണ് ഇത്രയേ ഉള്ളൂ. കഫ് എടുത്തു കഴിഞ്ഞാൽ അനവധി കിടക്കുന്നു, പലതും നമ്മൾ വിട്ടുപോയിട്ടുണ്ട്. അതിൽ പ്രധാനം എടുത്തു പറയേണ്ടത് ബ്രയോണിയാണ്. ബ്രയോണി നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. എങ്കിലും മിക്കവാറും കഫ്, നേരത്തെ പറഞ്ഞ ഫാരിഞ്ച കഫ്, ലാരിഞ്ച കഫ്, ട്രക്കെ കഫ്, ബ്രോങ്ക കഫ്, പാരങ്കൈമ കഫ്, പ്ലൂറൽ കഫ്, ഇത് ഏതാണ്ട് എല്ലാം കവർ ചെയ്യുന്ന ഒരു ഡ്രഗാണ് ബ്രയോണിയ. അത് ഡ്രൈ നോൺ പ്രൊഡക്റ്റീവ് കഫ് വിത്ത് പെയിൻ അറ്റ് ദി ആംഗിൾസ് ഓഫ് ദ മാൻഡിബിൾ, ബ്രയോണിക്കുണ്ട്. അതേപോലെ തന്നെ ലാരിഞ്ചൽ കഫ്, ഈ ഹോഴ്സ് സൗണ്ട് ഫസ്റ്റ് വരും, നോൺ പ്രൊഡക്റ്റീവ് ആയിട്ട്. അതേപോലെ തന്നെ ഈ ട്രക്കിയൽ കഫ്, ട്രക്കിയൈറ്റിസിൻ്റെ ആ തുടക്കത്തിൽ തന്നെ ഇത് ഇൻഡിക്കേറ്റഡ് ആയിട്ട് വരും, മെറ്റാലിക് സൗണ്ട് വരും. അതേപോലെ തന്നെ ഈ കാച്ചിങ് കഫ്, അതായത് പ്ലൂറൽ കഫും ബ്രയോണിക്കുണ്ട്. കാച്ചിങ് കഫ്, ചുമ ഇങ്ങോട്ട് വരുന്നതിന് മുമ്പ് പേഷ്യൻ്റ് സ്വാഭാവികമായിട്ടും ആ ഏരിയയിൽ കൈ ചെല്ലും, പിടിച്ചു പോകും, അത് പൂർത്തിയാക്കാൻ പറ്റാത്ത ഒരവസ്ഥ വരും. ദാറ്റ് ഈസ് പ്ലൂറൽ കഫ്. അതേപോലെ തന്നെ പ്ലൂറസി വിത്ത് എഫ്യൂഷൻ, അവിടെ അതിൻ്റെ ഇൻഡിക്കേഷൻ വരുന്നത് ഒരു ജെല്ലി ലൈക്ക് മാസ് വിത്ത് പിങ്ക് കളർ, ദാറ്റ് ഈസ് ബ്ലഡ് സ്ട്രീക്റ്റ് ജെല്ലി മാസ്, എക്സ്പെക്ട്രേഷൻ ഓഫ് മാസ്, അതും ബ്രയോണിക് ഇൻഡിക്കേറ്റഡ് ആയിട്ട്. അപ്പോൾ ഏതാണ്ട് എല്ലാ തരം ചുമകളും കവർ ചെയ്യുന്ന ഒരു ഡ്രഗാണ് ബ്രയോണിയ. ഏതാണ്ട് കവർ ചെയ്തെന്ന് വിചാരിക്കുന്നു. ഞാൻ ഇനിയും സമയമുണ്ട്, നമ്മൾക്കൊരു ചർച്ചയിലേക്ക് കടക്കാവുന്നതാണ്. സംശയങ്ങൾ ചർച്ചയിലേക്ക് കടക്കാമെന്നാണ് സാറ് പറയുന്നത് അല്ലേ? അതെ അതെ. ഓക്കെ, വളരെ സന്തോഷം. ഇപ്പൊ ചുമയെ കുറിച്ച് അറിയേണ്ടതെല്ലാം ഒക്കെ പറഞ്ഞു. ഒരുപാട് കാര്യങ്ങളും അതിന്റെ മെഡിസിനും ഒക്കെ സാർ പറഞ്ഞു. അപ്പൊ ഇനി ഈ പറഞ്ഞ കാര്യങ്ങളിൽ ഡോക്ടേഴ്സിന് എന്തെങ്കിലും സംശയങ്ങളോ 1-2 ചോദ്യങ്ങളൊക്കെ സാർ ഇടയ്ക്ക് പറഞ്ഞായിരുന്നു ചർച്ച വരണമെന്നുള്ളത്. അപ്പൊ ആ ചോദ്യങ്ങള് ഒക്കെ, അതിനുള്ള മറുപടികൾ ആരെങ്കിലും കയ്യിലുണ്ടെങ്കിൽ അതുകൂടി പറയാം. എന്തെങ്കിലും കേസുകളോ സംശയങ്ങളോ കൂട്ടിച്ചേർക്കലോ ഉണ്ടെങ്കിൽ ദയവായി ഒന്ന് ഹാൻഡ് റൈസ് ചെയ്യുക. ക്ലാസ്സിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങളും പറയാം.
ഹരിഹരൻ സാർ വീഡിയോ ഒക്കെ ഓണാക്കിയിരിക്കുന്നു. സാറിന് എന്തെങ്കിലും പറയാനുണ്ടോ? ഞാന് വീഡിയോ അറിയാതെ ഓണാക്കിയതാണ്. എന്തായാലും ജെയിംസ് പോൾ ഡോക്ടറുടെ ക്ലാസ് നല്ല ക്ലാസ്സാണ്. സാധാരണ ഡോക്ടറുടെ ക്ലാസ് അങ്ങനെ മോശമാകാറില്ലല്ലോ. എന്നാലും നല്ല ക്ലാസ്സാണ് ചുമയെക്കുറിച്ച്. പക്ഷേ ചുമ ഒരു എല്ലാ ഹോമിയോപ്പതി ഡോക്ടർമാരെയും ഒത്തിരി ബുദ്ധിമുട്ടിക്കുന്ന ഒരു കണ്ടീഷനാണത്. അത് എനിക്കും എന്നെ സംബന്ധിച്ചും അത് ബുദ്ധിമുട്ടായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. എന്നാൽ ചില ചുമയൊന്നും എനിക്കൊരു പ്രയാസവും ഇല്ലാതെ നമുക്ക് മാറ്റാൻ പറ്റുന്നതും ആണ്. അത് പിന്നെ ഓരോരുത്തർക്കും ഓരോ അപ്രോച്ച് ഉണ്ട്. ഇപ്പൊ തന്നെ ഉദാഹരണമായിട്ട് ഞാൻ പറയുകയാണെങ്കിൽ, ഇപ്പോ ഈ കൺസ്ട്രിക്ഷൻ ഓഫ് ദി അപ്പർ പാർട്ട് ഓഫ് ദി ട്രക്കിയ, ഒരു കൺസ്ട്രക്റ്റീവ് ഫീലിംഗ് തോന്നിയിട്ട് ചുമ വരുവാണെങ്കിൽ ഞാൻ കൊടുക്കുന്ന മെഡിസിൻ ബെൽഡോണയാണ്. ബെൽഡോണ വണ്ണം ഞാൻ ഒരു 3 ഡോസ് കൊടുക്കും. ഇങ്ങനെ ഓരോന്ന്. പിന്നെ ഒരു ഇമ്മീഡിയറ്റ് റിലീഫ്, ഒരു കൊച്ചു ഇങ്ങനെ ചുമച്ച് നമ്മുടെ ക്ലിനിക്കിലേക്ക് വരുവാണെങ്കിൽ ഞാൻ ഉടൻ തന്നെ കുട്ടിക്ക് കൊടുക്കാറുള്ളത് ആസ്പിഡോസ്പെർമ ടിഞ്ചറാണ്. ഒരു 3-4-5 ഡോസ് കൊടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ആ ചുമ അങ്ങ് കുറയും. അപ്പോൾ അവർക്ക് ഭയങ്കര ആശ്വാസമാകും. പിന്നെ ഈ ചുമ വരുന്നെന്ന് പറയുന്നത് ആസ്തമാറ്റിക് പേഷ്യൻസിനുള്ള ചുമയാണല്ലോ വലിയ ബുദ്ധിമുട്ടായിട്ട് നമുക്ക് തോന്നുന്നത്. അത് നമ്മൾ ഓരോ സിംറ്റം അനുസരിച്ച് ബ്രോങ്കൈറ്റിസ് ആയിട്ട് വരുവാണെങ്കിൽ ആൻഡ് പാരാലിസിസ് ഓഫ് ദി ന്യൂമോഗാസ്ട്രിക് നെർവ്, ഗ്രൈൻഡീലിയ നല്ല മരുന്നാണ്, അംബ്രാഗ്രേസിയ നല്ല മരുന്നാണ്. പിന്നെ ഈ ഫാസ്റ്റ് ബ്രീത്തിങ് ഉള്ള ഒരു നമ്മുടെ ഒക്കെ വരുവാണെങ്കിൽ നമുക്ക് കൊടുക്കാൻ പറ്റിയ മരുന്ന് കാർബോണിയം സൾഫാണ്, നല്ല മെഡിസിൻ ആണ്. അത് 200 പൊട്ടൻസിയാണ് ഞാൻ സാധാരണ കൊടുക്കാറ്. പിന്നെ എല്ലാവരും ഒഴിവാക്കുന്ന ഒരു മരുന്നുണ്ട്, എന്നാൽ എല്ലാവരും കൊടുക്കുന്ന ഒരു മരുന്നുണ്ട്. അതെന്താന്ന് വെച്ചാൽ ബ്ലാറ്റയാണ്. ഈ ബ്ലാറ്റ ഞാൻ ടിഞ്ചർ ഉപയോഗിക്കാറുണ്ട്. ഞാൻ ചുമയ്ക്ക് ഈ ബ്രോങ്കൈറ്റീസ് ഉള്ള പേഷ്യൻസിന് അവർക്ക് അവരുടെ ചുമ വരുമ്പോൾ ഞാൻ ബ്ലാറ്റ 3x കൊടുക്കും. നല്ല നല്ല റിസൾട്ട് കിട്ടുന്നു. പിന്നെ കാർഡിയാക് ആസ്മ ഉള്ളതിന് ഡോക്ടർ പറഞ്ഞ ഒരു ഏത് മരുന്നാണ് ഞാൻ ഓർക്കുന്നില്ല. കാർഡിയാക് ആസ്മ ലാറോസോറോസിസ്. പക്ഷെ ഞാൻ കൊടുക്കുന്ന മരുന്ന് സാബെൽസെറോട്ടിൽ 1x. അത് ഡോക്ടർ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ ഈ ഹേ ഫീവറോടുകൂടി ചുമ വരുവാണെങ്കിൽ ഞാൻ സാധാരണയായിട്ട് അംബ്രോസിയ ഇഫക്റ്റീവാണ്. അത് അംബ്രോസിയ, അതായത് ഹേ ഫീവർ, തുമ്മൽ പറന്നിങ്ങനെ തുമ്മിക്കൊണ്ട് നമ്മുടെ ക്ലിനിക്ക് വരുവാണെങ്കിൽ അംബ്രോസിയ നല്ല മെഡിസിനാണ്. പിന്നെ ഈ ടിക്ലിങ് ഇൻ ദി ത്രോട്ട്, തൊണ്ട കുത്തി ഇങ്ങനെ തൊണ്ട കുത്തി ഇങ്ങനെ ചുമക്കുന്നതാണ് ഞാൻ സാധാരണ കൊടുക്കാറുള്ളത്. ആറേലിയ റെസിമോസയാണ് ഞാൻ സാധാരണ കൊടുക്കാറുള്ളത്. കാലിബൈക്ക് ഒരു വണ്ടർഫുൾ മെഡിസിൻ. അതൊന്നും ഡോക്ടർ പറയാത്തതുകൊണ്ട് ഞാൻ പറയുന്നുള്ളതേ ഉള്ളൂ. അല്ലാതെ ഡോക്ടർക്ക് അറിയാം. എന്നാലും ഞാനത് ഡോക്ടർ കവർ ചെയ്തിട്ടില്ല. അതാണ് ഞാൻ പറയാൻ കഴിയും. കാലിബൈക്കിന്റെ അറിയാമല്ലോ, ഇങ്ങനെ തുപ്പിയാല്, കഫം വന്ന് തുപ്പിയാല് നാക്കേന്ന് പറഞ്ഞു പോകത്തില്ല. ഈ സ്ട്രിങ്ങി എന്ന് പറഞ്ഞാൽ അത് നമുക്ക് കറക്റ്റായിട്ട് കിട്ടും. സ്ട്രിങ്ങി ബിക്കോസ് ഇങ്ങനെ തൂങ്ങിക്കിടക്കും. അതാണ് ഇങ്ങനെ തുപ്പുവാണെങ്കിൽ ആ സ്ഫോടം വന്ന് ആ ആളിന്റെ ദേഹത്ത് തന്നെ വന്ന് പറ്റിപ്പിടിക്കും. ദാറ്റ് ഈസ് കാലിബൈക്ക്. ബെസ്റ്റ് മെഡിസിനാണ്. പിന്നെ വേറൊരു മരുന്ന് ഡോക്ടർ പറഞ്ഞില്ല എന്ന് എനിക്ക് തോന്നുന്നു. അറിയാം ഡോക്ടർക്ക്. നേർവസ് ആസ്മയുടെ കഫ്, അതിന് നല്ലത് മോസ്കസും
കാലിഫോസ് വണ്ണമാണ് ഞാൻ സാധാരണയായിട്ട് അതിന് കൊടുക്കാറുള്ളത്. കാലിഫോസ് വണ്ണം ഹൈലി ഇഫക്റ്റീവാണ്. അത് നമ്മൾ 2-3 ഡോസ് കൊടുത്തു കഴിഞ്ഞാൽ നെർവസ് ആസ്മ, നെർവസ് കഫ് ഡിസപ്പിയർ ചെയ്യും. പിന്നെ വേറെ ഒരു സൈസ് കഫ് ചില ആൾക്കാർക്കുണ്ടാകും. അതെന്തെങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഇറപ്ഷൻ അപ്പിയർ ചെയ്യുമ്പോൾ ചുമ കാണത്തില്ല, ഡിസപ്പിയർ ചെയ്യുമ്പോൾ ചുമ വരും. അതിന് നമുക്ക് കൊടുക്കാൻ പറ്റുന്ന രണ്ട് മരുന്ന് ഓൾട്ടർനേറ്റ് ചെയ്ത് കൊടുക്കണം. അത് ഞാൻ ഒന്ന് 0/3 കൊടുക്കും, ഒന്ന് സെൻഡിസ്മൽ പൊട്ടൻസി കൊടുക്കും. സൾഫർ സെൻഡിസ്മൽ പൊട്ടൻസി കൊടുക്കുമ്പോൾ ഗ്രാഫൈറ്റിസ് ഞാനത് ഇത് കൊടുക്കും, 50 മില്ലിസ്മൽ പൊട്ടൻസി കൊടുക്കും. പിന്നെ ഈ ഇറക്റ്റേഷൻ ഓഫ് ദി ഗ്യാസ് ട്രബിൾ ചെയ്യുക, പിന്നെ ആളൊരു ഇമോഷണൽ ടൈപ്പ് ആകുക, ഒരു എക്സൈറ്റ്മെന്റ് വരുമ്പോൾ ചുമ വരിക, അതിന് നല്ലത് ലൈക്കോപോഡിയം. അത് ഞാൻ 0/3 കൊടുക്കാറുള്ളത്. അത് കിട്ടിയില്ലെങ്കിൽ മാത്രം അത് ഞാൻ കൊടുക്കുന്നൊരു പ്രത്യേക രീതിയാണ്. അത് ഈ ലൈക്കോപോഡിയം 0/3 1 ലിറ്റർ വെള്ളത്തിൽ, അവർ കുടിക്കുന്ന 1 ലിറ്റർ വെള്ളത്തിൽ ഒരു പൊടി ഇട്ട് കൊടുക്കും. ഇത് നിങ്ങളുടെ തോന്നിയ പോലെ കുടിച്ചോളാൻ പാടില്ല. വയ്യാറാകുമ്പം ആ ഒരു കുപ്പി തീർന്നിരിക്കും എന്ന് പറയും. പക്ഷെ അതൊക്കെ നല്ല ഇഫക്റ്റീവായിട്ടാണ് അത് കാണുന്നത്. പിന്നെ ഈ ഇൻറ്റൻസ് സ്നീസിങ്, ഭയങ്കരമായിട്ട് സ്നീസ് ചെയ്യുക, അതിൻ്റെ കൂട്ടത്തിൽ ചുമയും കൂടെ വരുവാണെങ്കിൽ നാജ നല്ല മെഡിസിനാണ്. ഞാൻ തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണല്ലോ, അപ്പോൾ വേറെ ആൾക്കാർക്കും പറയണ്ടേ. അതിന് അങ്ങനെ ഇന്റൻസീവ് സ്നീസിങ്ങിന്റെ കൂടെ ചുമ വരുന്നതിന് നേരത്തെ നാജ ഡോക്ടർ പറഞ്ഞത് അംബ്രോസിയ അല്ലേ പറഞ്ഞു? അല്ല, അംബ്രോസിയ അതിനെ അംബ്രോസിയയും കൊള്ളാം, ഇതും കൊള്ളാം. പക്ഷെ അംബ്രോസിയയുടെ ഒരു പ്രത്യേകത എന്താ അറിയാമോ? നാജ ഒരു ഹാർട്ട് കൂടിയാണ്. അതെ, കാർഡിയാക് ഇറിറ്റേഷൻ കൊണ്ടാണ് ചുമ വരുന്നത് നാജ. അത് വരുന്നത് കണ്ണിയുറിച്ചില്, മൂക്കിയുറിച്ചില്, ചെവിയുറിച്ചില്, ഇതെല്ലാം അംബ്രോസിയക്കാണ്. അതൊരു അലർജിക് മെയിൻ കണ്ണാണ് അംബ്രോസിയക്ക്. ബാക്കി എല്ലാ ചൊറിച്ചിലും വരുന്ന അരുണ്ടോ, മൂക്ക്, നാക്ക്, കണ്ണ് എല്ലാം മൊത്തം അരുണ്ടോ ബെസ്റ്റ്. പിന്നെ പോത്തോസ് നല്ല മെഡിസിനാണ്. പക്ഷേ ഡസ്റ്റ് അലർജി കൊണ്ട് വരുന്നത് എല്ലാം കോമൺ ആയിട്ട് ഉപയോഗിക്കുന്നതുകൊണ്ടാണ് അത് ഞാൻ പറയാറുള്ളത്. ഇറ്റ് ഈസ് റിലീവ്ഡ് ബൈ. മെൻഷൻ ചെയ്തതേ ഉള്ളൂ. ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നുണ്ട്. എന്തോ ഒരു സൗണ്ട്, ചെറിയൊരു ബ്രേക്ക്. അതായത് അല്ല, ബ്രേക്ക് അല്ല, ബ്രേക്ക് മാത്രമല്ല, എന്തോ ഒരു ഇപ്പൊ കുഴപ്പമില്ല, ഇടയ്ക്ക് പ്രശ്നം വരും. പോത്തോസേ ഡോക്ടറെ, പക്ഷെ അതിന് ഒരു കീനോട്ട് സിംറ്റം ഉണ്ട്, റിലീവ്ഡ് ബൈ സ്റ്റൂൾ. പോത്തോസിന്റെ ഒരു മെയിൻ അതെ, റിലീവ്ഡ് ബൈ സ്റ്റൂൾ നല്ലതാണ്. പിന്നെ ഈ അതായത് ഈ നാട്രം സൾഫേറ്റ് ഞാൻ ധാരാളം ഉപയോഗിക്കുന്നുണ്ട്. നാട്രം സൾഫ് ലോ പൊട്ടൻസി അല്ല ഞാൻ ഉപയോഗിക്കുന്നത്, ഞാൻ 10 ആണ് ഉപയോഗിക്കുന്നത്. അതായത് ഏർലി മോർണിംഗ് കഫായിട്ട് വരുന്ന, പല സ്ഥലത്തും പോയിട്ട് കുറയാതെ വരുന്ന അതിന് ഞാൻ പിന്നെ നാട്രം സൾഫ് 10 കൊടുക്കും. നാട്രം സൾഫ് 10 2 ഡോസ്. അമോണിയം മോറിനുണ്ട് ഏർലി മോർണിംഗ് കഫ്. അമോണിയം മോർ അത് ഇഫക്റ്റ് ഓരോ ഡോക്ടർമാർക്കും ഓരോ എക്സ്പീരിയൻസ് ഉണ്ടല്ലോ. നാട്രം സൾഫ് കൊടുക്കാറുണ്ട്, പക്ഷേ ഈ 10 ഒന്നും ആദ്യം ചാടി കൊടുക്കാറില്ല. ഞാൻ കൊടുക്കും ഡോക്ടറെ. അഗ്രവേഷൻ ഉണ്ടാകുന്നതായിട്ട് ഞാൻ കാണുന്നു. പക്ഷെ ചിലപ്പം ഇത് കുറയും. ഇത് കുറഞ്ഞു കഴിഞ്ഞിട്ട് ഒരു 1-2 ആഴ്ച കഴിയുമ്പം പിന്നെ തിരിച്ചു വരും. ആ സമയത്ത് ഞാൻ കൊടുക്കുന്നത് മെഡോറിനം വണ്ണം 2 ഡോസ് കൊടുക്കും. ഇല്ലെങ്കിൽ പിന്നെ ഈ കൂടുതലായിട്ട് വാക്സിനേഷനോ മറ്റോ എടുത്തിട്ടുള്ള കുട്ടികളാണെങ്കിൽ ഞാൻ തൂജ കൊടുക്കും, തൂജ വണ്ണം അതിൻ്റെ കൂടെ. അപ്പം അതങ്ങ് കുറയുന്നതായിട്ടാണ് കാണുന്നത്. പിന്നെ ഹിസ്റ്റീരിക്കലായിട്ടുള്ള കഫുണ്ട്.
അത് വല്ലാത്തൊരു കഫാണ്, ഹിസ്റ്റീരിക്കൽ കഫ്. അത് ഡോക്ടർ പറഞ്ഞല്ലോ ഇഗ്നേഷ്യയുടെ കാര്യം. പക്ഷെ അത് ഡോക്ടറെ ഹിസ്റ്റീരിക്കൽ ആയിട്ട് അതിന് ഉപയോഗിക്കാമെങ്കിലും അസഫോയിറ്റിയുടെ നല്ല മെഡിസിനാണ്. അസഫോയിറ്റിയുടെ ഞാനത് ഉപയോഗിക്കാറുണ്ട് ഇടയ്ക്ക്. ഇഗ്നേഷ്യ ഉപയോഗിക്കാറുണ്ട്, അസഫോയിറ്റിയുടെ ഉപയോഗിക്കാറുണ്ട്. പിന്നെ ഈ കുടിയന്മാർക്കുള്ള ചുമയുണ്ട്, കുടിയന്മാരുടെ ചുമ. അതിന് ഏറ്റവും നല്ലത് മെഫൈറ്റിസ് ആണ്. ഈ മെഫൈറ്റിസും ഈ ഡ്രൊസേറയും ഏതാണ്ട് ഒരുപോലെ ഇരിക്കും ഡ്രൊസേറയുടെ ചുമ എന്ന് വെച്ചാൽ ഒരു ചുമ അങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ നല്ല പരോക്സിസം വന്ന് അത് ശരിക്കും ഊപ്പിംഗ് കഫിന്റെ പോലെ തന്നെ കാണിക്കും. പക്ഷെ അത് ഊപ്പിംഗ് കഫ് അല്ല, അതിന് ഡ്രൊസേറയാണ് നല്ലത്. ഈ ഡ്രൊസേറ കൊണ്ട് കുറഞ്ഞില്ലെങ്കിൽ നമുക്ക് കൊടുക്കാവുന്ന ഏറ്റവും നല്ല മരുന്ന് മെഫൈറ്റിസ് ആണ്. മെഫൈറ്റിസ് ബെസ്റ്റ് മെഡിസിൻ ആണ്. പിന്നെ വേറെ ഉണ്ടല്ലോ, രാത്രിയില് ഉറങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ ചാടി എഴുന്നേക്കുക ചുമച്ച്. ലാക്കസിസ് പോലെ ഒരു നല്ല മരുന്ന് വേറെയുണ്ട്. ഞാൻ ആലോചിക്കാറുണ്ട്, ഈ ലാക്കസിസ് എന്ന് പറയുന്ന സാധനം, അങ്ങനെ ഒരു മെഡിസിൻ നമ്മുടെ ഹോമിയോപ്പതിക് മെറ്റീരിയ മെഡിക്കയിൽ ഇല്ലായിരുന്നു എങ്കിൽ സ്ലീപ്പിന്റെ അഗ്രവേഷൻ അത് എത്രയോ പേർക്ക് അത് ഗുണകരമായി തീർന്നിരിക്കുന്നു. അത് പ്രൂവ് ചെയ്ത ആരായിരുന്നു? ഡോക്ടറെ പെടലിക്ക് ഇത് വന്നത്, പെടലി ഈ കഴുത്തിന്റെ അവിടെ എക്സിമ വന്ന് കൈ കെട്ടാൻ മേലാതെ വന്ന ഡോക്ടർ ആരായിരുന്നു? ഞാനും മറന്നുപോയി പെട്ടെന്ന്. ആ ഡോക്ടറാണ് അത് പ്രൂവ് ചെയ്തത്. ലാക്കസിസ് പ്രൂവ് ചെയ്തിട്ട് അദ്ദേഹത്തിന് ഈ നെക്കില് ഇത് കെട്ടാൻ മേലാതെ വന്നു കൈ. അത് ഡോക്ടറുടെ ഫേമസ് അദ്ദേഹത്തിന്റെ റെപ്പർട്ടറി ഉണ്ട്, ഞാൻ പെട്ടെന്ന് മറന്നു. പിന്നെ ഡൈജസ്റ്റീവ് ഒറിജിനായിട്ട് വരുവാണെങ്കിൽ നമുക്ക് കൊടുക്കാവുന്ന മെഡിസിൻ നക്സോമിക്ക് തന്നെയാണ്. ഡൈജസ്റ്റീവ് ഒറിജിനായിട്ട് വരുവാ. ഓക്കെ, അപ്പൊ ഒത്തിരി കാര്യങ്ങൾ പറഞ്ഞു. നമ്മളെ സമയം പോയി, 27 വേറെ ആൾക്കാർ പറഞ്ഞു. 29. ഒരു കാര്യം കൂടെ പറയാനുണ്ട്. നമ്മള് ഈ ചുമക്ക് ഇതിങ്ങനെ ഓരോ മെഡിസിൻ പറയുമ്പോൾ അതിന്റെ അങ്ങോട്ട് ലീഡ് ചെയ്ത കാര്യങ്ങളോടെ പറഞ്ഞാൽ നല്ലതായിരുന്നു. അതിലേക്ക് നയിക്കുന്ന ആ സിംറ്റംസ് ചുമ എന്ന് പറഞ്ഞ പോലെ ഇപ്പൊ നേരത്തെ അരളിയ പറഞ്ഞു, ലാക്കേസ് പറഞ്ഞു, ഇതെല്ലാം ആഫ്റ്റർ മിഡ് നൈറ്റ് അഗ്രവേഷൻ ആണ്. എപ്പിസ്മെല്ല്, ലാക്കേസിസ്, അരളിയ, ബ്ലാറ്റ, ആർസാൽബ്, ഇതെല്ലാം മിഡ് നൈറ്റ് ആൻഡ് ആഫ്റ്റർ മിഡ് നൈറ്റ് അഗ്രവേഷൻസ്. അതേപോലെ തന്നെ ഈ തെർമൽ റിയാക്ഷൻ നമ്മൾ പരിഗണിക്കേണ്ടതല്ലേ? പിന്നെ ഇപ്പൊ തന്നെ ഈ കാലികാർബ് ഒരു ചില്ലി പേഷ്യന്റ് ആണ്. ഈ കാലികാർബ് ചില്ലി പേഷ്യന്റ് ഒരു 3 മണി ഒക്കെ ഉള്ള അഗ്രവേഷൻ ആയിട്ട് വരുവാണെങ്കിൽ അത് ആ കാലികാർബ് കൊടുത്താൽ വണ്ടർഫുള്ളി ഇറ്റ് വിൽ ആക്ട്. അപ്പൊ അതൊക്കെ അത് കേസ് എടുക്കുക എന്ന് പറയുന്നതാണ്. കാലിയ ഗ്രൂപ്പും അമോണിയം ഗ്രൂപ്പും എല്ലാം ഏതാണ്ട് ഈ 3 മണി അഗ്രവേഷൻകാരും. പിന്നെ ആഴ്സനിക് ആൽബം നമുക്ക് ഒരിക്കലും വിട്ടുകളയാൻ പറ്റത്തില്ല. ആഴ്സനിക് ആൽബം എന്ന ഒരു പോളിക്രോസ്റ്റ് അല്ലേ, അത് അതിന്റെ എന്തുമാത്രം ഗുണഗണങ്ങളാണ് ആഴ്സനിക് ആൽബം. എടാ പറന്ന് വലിച്ചുകൊണ്ടിരിക്കുന്നവൻ നമ്മുടെ ക്ലിനിക്കിൽ വന്നിരിക്കുകയാണെങ്കിൽ അവിടെ ഇരിക്കുന്ന പറഞ്ഞ ഒരു ഡോസ് ആഴ്സനിക് ആൽബം 30 കൊടുത്ത് അവിടെ ഇരുത്തിയാൽ ഒരു 10 മിനിറ്റിനകം അവന്റെ വീസിങ് കുറഞ്ഞു. അങ്ങനെയൊക്കെയുള്ള മെഡിസിൻ ഹോമിയോപ്പതിയിലുണ്ട്. ചുമയെക്കുറിച്ചും ആസ്മയെക്കുറിച്ചും ഒക്കെ പറഞ്ഞാൽ തീരത്തില്ല, എത്രത്തോളം മെഡിസിനും ഉണ്ട്. ഇപ്പൊ എന്തായാലും എന്താണ് ജെയിംസ് പോൾ സാറ് ഒത്തിരി മെഡിസിൻസ് പറഞ്ഞു, കുറച്ച് അഡീഷൻസ് ഹരിഹരൻ ഡോക്ടറും പറഞ്ഞു. അപ്പൊ എന്തായാലും എല്ലാവർക്കും ഒരുപാട് പ്രയോജനം ചെയ്തു കാണുമെന്ന് വിചാരിക്കുന്നു. വളരെ സന്തോഷം, രണ്ടുപേരും കൂടി തകർത്തു. ഇനി നല്ലൊരു ക്ലാസ് എടുത്ത ജെയിംസ് പോൾ സാറിന് നന്ദി പറയുന്നതിന് വേണ്ടി
മറിയാമ്മ ഡോക്ടറെ ക്ഷണിക്കുന്നു. മറിയാമ്മ ഡോക്ടർ ഉണ്ട്. വന്നല്ലോ. എന്തായാലും പതിവ് പോലെ തന്നെ വളരെ നല്ലൊരു ക്ലാസ്സാണ് സാറ് നമുക്ക് തന്നത്. വളരെ നല്ലെന്ന് പറഞ്ഞാൽ അത്രയ്ക്ക് പ്രയോജനമുള്ളൊരു ക്ലാസ്. ചുമയുടെ ടൈപ്പ് ഏതൊക്കെയാണെന്നും അതിൻ്റെ കോസസ് ഏതൊക്കെയാണെന്നും എല്ലാം നല്ല വിശദമായിട്ട് സാറ് നമുക്ക് ക്ലാസ് തന്നു. അതിനെല്ലാം ഉപരിയായിട്ട് അതിൻ്റെ മെഡിസിൻസ് പൊട്ടൻസി സഹിതം സാറ് നമുക്ക് പറഞ്ഞു തന്നു. വളരെ നല്ലൊരു ക്ലാസ് ഞങ്ങൾക്ക് തന്ന് ജെയിംസ് പോൾ സാറിന് ആദരപൂർവ്വം സ്നേഹപൂർവ്വം നന്ദി പറയുകയാണ്. ഇതുപോലുള്ള നല്ല ക്ലാസ്സുമായിട്ട് വീണ്ടും സാറ് വരണമെന്ന് അപേക്ഷിക്കുകയും കൂടി ചെയ്യുകയാണ്. അതുപോലെ ഇന്നത്തെ ഈ ക്ലാസ്സിൽ പങ്കെടുത്ത എല്ലാവർക്കും, അതുപോലെ ഹരിഹരൻ സാറിന് നന്ദി പറഞ്ഞാൽ മതിയാകുകയല്ല. സാറും വളരെയധികം പിന്നെ മെഡിസിൻസ് ഇതിനോടകം കിട്ടിയ ഒരു ചുരുക്ക സമയത്തിൽ നമുക്ക് പറഞ്ഞു തന്നു. സാറിനും പ്രത്യേകം നന്ദി അറിയിക്കുന്നു. അതുപോലെ ഇന്നത്തെ ഈ സൂം വെബിനാറിൽ പങ്കെടുത്ത എല്ലാവർക്കും, മോഡറേറ്റർ ഷൈല ഡോക്ടർക്കും പ്രത്യേകം നന്ദി അറിയിക്കുന്നു. IFPHന്റെ പേരിൽ എല്ലാവർക്കും നന്ദി അറിയിക്കുന്നു. ഓക്കെ, വളരെ സന്തോഷം. എന്തായാലും മറിയാമ്മ ഡോക്ടറെ കണ്ടറിയാൻ വളരെ സന്തോഷമായി. എന്നതുപോലെ തന്നെ നമ്മൾ മുഖം കാണാത്ത ബാക്കി ഇന്നുണ്ടായിരുന്ന എല്ലാവർക്കും ഇതുപോലെ വളരെ സന്തോഷമായി കാണും എന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് നമുക്കിന്ന് മലയാളം പ്രോഗ്രാം അവസാനിപ്പിക്കാനുള്ള സമയമായി. എല്ലാവർക്കും നന്ദിയും ശുഭരാത്രിയും നേർന്നുകൊണ്ട് ഇന്നത്തെ സെഷനോട് അവസാനിപ്പിക്കുന്നു. നമസ്കാരം.